العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين قال نبيكم صلى الله عليه وسلم ثلاث من كن فيه حاسبه الله حسابا يسيرا وأدخله الجنة برحمته قالوا من يا رسول الله قال تعطي من حرمك وتعفو عمن ظلمك وتصل من قطعك قال فإذا فعلت ذلك فما لي يا رسول الله قال أن تحاسب حسابا يسيرا ويدخلك الله الجنة برحمته صدق شفيعنا رسول الله صلى الله عليه وسلم إذ لا دليل على الطريق إلى الإله إلا متابعة الرسول المكملا في حاله وفعاله ومقاله فتتبعن وتابعا لا تعدلا ما زال عبدي بالنوافل يقرب حتى أكون له يدا والأرجلا والسمع منه ثم عينا باصرا أي مثل ذلك في المطالب هرولا ബഹുമാനമുള്ള ഉസ്താദുമാരെ, നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനുമായി ബന്ധപ്പെട്ട് നാം പറയുന്നതും പഠിക്കുന്നതും കേൾക്കുന്നതുമായ വിഷയങ്ങൾ ഇഹ പരജീവിതത്തിൽ ഉപകരിക്കുന്ന വലിയ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി സേവനം ചെയ്യാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മോട് ദുആ കൊണ്ട് ഉപദേശിച്ചവർ എല്ലാ ആളുകൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. മാനസികമായും ശാരീരികമായും അവശതകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മിലും നമ്മോട് ദുആ കൊണ്ട് അറിയിച്ചവരിലും ഉണ്ട്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഈ മജ്ലിസിന്റെ ഹുർമത്ത് കാരണമായി അല്ലാഹു നീക്കി അവർക്കും നമുക്കും റാഹത്തും സലാമത്തും നൽകുമാറാകട്ടെ. ആമീൻ എന്നാമുഖമായി പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ
കാലികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ കാലത്തും സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ ഓരോ സമൂഹത്തിലേക്കും പറ്റിയ നേതാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് വിട്ടിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയും ഔന്നത്യവും നൽകി അള്ളാഹു ആദരിച്ച നിങ്ങൾ 6 പേരിൽ നിന്ന് ഖുർആൻ കേട്ടുപഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ പേരെടുത്ത് പറഞ്ഞ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ എന്റെ ശേഷം 6 ആളുകളെ ഓത്തിൽ നിന്ന് കേട്ട് ഖുർആൻ കേട്ടുപഠിക്കണം. അപ്പൊ അത്തരത്തിൽ തങ്ങൾ അനുഗ്രഹിച്ച വലിയ മഹാൻ പലപ്പോഴും പൊതു ഖജനാവിൽ നിന്ന് ആ സ്വഹാബിക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ആവശ്യങ്ങൾ ഉണ്ടാകുമല്ലോ എന്ന് കരുതി എന്തെങ്കിലും ഹദിയ കൊടുത്തയക്കും. എപ്പോ കൊടുത്തയച്ചാലും മടക്കിയേക്കും, സ്വീകരിക്കൂല. എന്താണ് അവലംബം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓതാൻ പറഞ്ഞ സൂറത്തുൽ വാഖിയ മാത്രമാണ് അവലംബം. ജോലിക്ക് പോകൂല എന്നല്ല, ജോലിക്ക് പോകും, അല്ലറ ചില്ലറ ജോലിയൊക്കെ എടുക്കും. അങ്ങനെ അല്ലലും അലട്ടില്ലാതെ കുടുംബം അങ്ങനെ മുന്നോട്ട് നീങ്ങും. പക്ഷെ വലിയ അവലംബം ആ ജോലിയൊന്നും അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. രോഗശയ്യയിൽ കിടക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാണാൻ ചെന്നു. ഖലീഫയാ വരുന്നത്. ചോദിച്ചു, എന്താ വേണ്ടത്, എന്താണ് നിങ്ങൾക്ക് ആഗ്രഹമുള്ളത്? മഹാനവർകൾ പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നത് റഹ്മത്തു റബ്ബീ, എന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ് എനിക്ക് ആവശ്യം, അവന്റെ റഹ്മത്താണ്. ഞാൻ ഈ ദുനിയാവിൽ നിന്ന് വിടവാങ്ങാൻ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ എനിക്ക് ആവശ്യമുള്ളത് റബ്ബിന്റെ റഹ്മത്താണ്. ചോദിച്ചു. സത്യത്തിൽ ചോദ്യത്തിന്റെ ഉത്തരം ഇതല്ല ആഗ്രഹിക്കുന്നത്. രോഗിയായി കിടക്കുന്ന നമ്മളോടൊരാൾ വന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ പറയും. എനിക്ക് അവിടെ ഇത്ര കൊടുക്കാനുണ്ട്, ഇവിടെ ഇത്ര കൊടുക്കാനുണ്ട്, കൊടുക്കാനുള്ളവർ പറയുകയും വേണം. അതൊരു മോശപ്പെട്ട പണിയൊന്നുമല്ല. ഇത് വല്ലതുമുണ്ടോ എന്ന് കരുതിയിട്ട് രണ്ടാമതും ചോദിക്കുന്നു, എന്തെങ്കിലും പരാതി പറയാനുണ്ടോ, ആവലാതി പറയാനുണ്ടോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അപ്പോഴും പറഞ്ഞു, എനിക്കാകെയുള്ള ഒരു ആവലാതി ദുനൂബി, എന്റെ വൈകല്യങ്ങളാണ്. ഒരു നല്ല ടോർച്ച് അടിച്ചു നോക്കിയാലും വൈകല്യം കാണാൻ പറ്റൂല. അതൊരു വിനയത്തിന്റെ വർത്തമാനമാണ്. വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച സ്വഹാബി വര്യനാണ്. നന്നായി കളി നടക്കുന്ന ഒരു സ്ഥലത്തിന്റെ അടുത്തുകൂടെ പോകുമ്പോ ഒന്ന് തിരിഞ്ഞു നോക്കാതെ നേരെ നടന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ പറ്റി പറഞ്ഞത്, ഇൻ അസ്ബഹ ഇബ്നു മസ്ഊദിൻ ലകരീമാ. ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇന്ന് നേരം വെളുത്തത് നല്ല മാന്യതയുള്ള മഹാനായിട്ടാണ്. കാരണം ഇന്നലെ നടന്നു പോകുമ്പോ വലിയ വിനോദം നടക്കുന്ന സ്ഥലത്തൂടെയാ നടന്നുപോയത്. ഒരിക്കൽ പോലും അങ്ങോട്ടൊന്നും നോക്കിയില്ല. അങ്ങനെ ശ്രദ്ധിച്ചു സൂക്ഷ്മതയോടെ ജീവിക്കുന്ന സ്വഹാബി വര്യൻ പറയുന്നു, എനിക്കാകെ പേടിയുള്ളത് ദുനൂബി, എന്റെ വൈകല്യങ്ങളാണ്, വേറെയൊന്നും പേടിയില്ല. അതാണ് പരാതിയുള്ളത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദ്യത്തിന്റെ ഉത്തരം പ്രതീക്ഷിക്കുന്നത് ഇതല്ല. അതുകൊണ്ട് തുറന്നങ്ങ് ചോദിച്ചു, അലാ ആമുറു ലക ബിഅതായിക അല്ലദീ കുന്തം തനഅത മിൻ ഖബൽ. പലപ്പോഴും ഞാൻ കൊടുത്തു വിട്ടിട്ട് നിങ്ങൾ തിരസ്കരിച്ച ധർമ്മമില്ലയോ, അത് ഞാൻ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി ഉത്തരവിടട്ടെ. ഖലീഫ ഉത്തരവിട്ടാൽ സെക്കൻഡുകൾ കൊണ്ട് ദിർഹമും ദീനാറും അവിടെ എത്തും. ആ സമയത്ത് കട്ടിലിൽ കിടക്കുന്ന മഹാനവർകൾ പറഞ്ഞു, ലാ, എനിക്ക് വേണ്ട. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് വേണ്ട എന്നുള്ളത് ശരി തന്നെ. കാരണം നിങ്ങളിപ്പോ യാത്രയുടെ ഒരു ലക്ഷ്യത്തിലാണ് നിങ്ങളുള്ളത്. യകൂനു ലി ബനാതിക മിൻ ബഅദിക, നിങ്ങൾക്ക് പെൺമക്കളുണ്ട്, അവർക്ക് ഉപയോഗിച്ചുകൊള്ളാമല്ലോ നിങ്ങൾക്ക് ശേഷം. ആ സമയത്ത് മഹാനവർകൾ കുറച്ച് ആർജവത്വത്തോട് ചോദിച്ചു, അതഖ്ശാ അലാ ബനാതിയൽ ഫഖർ, എന്റെ പെൺകുട്ടികൾക്ക് ദാരിദ്ര്യം വരുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടോ?
ഖലീഫയോടാ ചോദിക്കുന്നത്, എന്റെ പെൺമക്കൾക്ക് ദാരിദ്ര്യം വരും, ഞാൻ മരണപ്പെട്ടിട്ട് അവർ കുടുങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് തോന്നേണ്ടതില്ല. ഇന്നി അമർതുഹുന്ന അയ്യഖ്റഅന കുല്ല ലൈലത്തിൻ സൂറത്തുൽ വാഖിഅ. എന്റെ പെൺകുട്ടികളോട് ഞാൻ എല്ലാ രാത്രിയിലും അഥവാ അവർക്ക് ഓതാൻ കഴിയുന്ന രാവുകളിലൊക്കെ സൂറത്തുൽ വാഖിഅ ഓതാൻ ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ലിമാ സമീഅതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോ ഒരിക്കൽ നബിതങ്ങളിൽ നിന്ന് കേട്ടൊരു വാക്കുണ്ട്, മൻ ഖറഅ സൂറത്തുൽ വാഖിഅതി കുല്ല ലൈലത്തിൻ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ. സൂറത്തുൽ വാഖിഅ ഓതിയാൽ ദാരിദ്ര്യം വരൂല, കഷ്ടപ്പാട് വരൂല എന്ന് എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അന്നു മുതൽ ഞാനത് അവലംബമാക്കിയിട്ടുണ്ട്, ഞാനത് വിട്ടിട്ടില്ല. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പ്രശ്നങ്ങളുടെ പ്രതിവിധികൾ മുഴുവനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നന്നാകാനുള്ള സർവ്വ വഴികളും തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആഖിറു സമാനിൽ പല ലക്ഷണങ്ങളും വരുമ്പോ നിങ്ങൾ എങ്ങനെ നന്നാകണമെന്ന് നബി തങ്ങൾ നമ്മളെങ്ങനെ നന്നാകണമെന്ന് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ സമാനിനെ പറ്റി നേരത്തെ തങ്ങൾ വായിച്ചിട്ടുണ്ട്. തങ്ങൾക്കറിയാത്ത സമാനൊന്നുമല്ല. ഇമാം ബൈഹഖി, ഇമാം ബഗ്വി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരു ദിവസം മദീനയിൽ തങ്ങൾക്ക് ഈ കാലത്ത് ഈ സമാനിനെ പറ്റി നേരെയുള്ള അറിവിനൊരു ഉദാഹരണം പറയാം. അതൊക്കെ നോക്കിക്കണ്ട് വിലയിരുത്തിയിട്ട് കാലേ കൂട്ടി പഠിപ്പിച്ചു പോയ നേതാവാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അറിയാത്തൊരു ലോകമൊന്നുമല്ല ഈ നൂറ്റാണ്ടും വരുന്ന നൂറ്റാണ്ടൊന്നും. ഒരു യഹൂദിയായ ആട്ടിടയൻ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോ കൂട്ടത്തിൽ നിന്ന് ഒരു ആട് തെറ്റിപ്പോയി. ആട് കൂട്ടം തെറ്റിപ്പോയപ്പോ ആ ആടിന്റെ നേർക്ക് ഒരു ചെന്നായ ചാടി. അത് ചെന്നായന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂട്ടം തെറ്റണ്ട, അലൈക്കും ബിൽ ജമാഅ, നിങ്ങളൊക്കെ കൂട്ടത്തിൽ നിന്ന് പ്രവർത്തിക്കണം. കൂട്ടം തെറ്റിപ്പോകുന്ന ആളെ ചെന്നായ പിടിച്ചുണ്ടോ? അതുകൊണ്ട് എല്ലാവരും കൂട്ടത്തിൽ നിന്ന് പ്രവർത്തിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കൂട്ടം തെറ്റാൻ പാടില്ല, കൂട്ടം വേണം. അപ്പോഴാണ് വലിയ സഹായം അല്ലാഹുവിൽ നിന്ന് കിട്ടുക. അതുകൊണ്ടല്ലേ ജമാഅത്ത് നിസ്കാരത്തിന് സ്വീകാര്യത കൂടുതൽ കിട്ടാൻ കാരണം എന്താ? ഇതിൽ കുറെ ആളുകളില്ലേ, കുറെ ആളുകൾ പറയല്ലേ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അപ്പൊ ഇത്രയും തോന്നെ ആളുകൾ പറയുമ്പോ അർഹമുർ റഹീമീനായ റബ്ബ് സ്വീകരിക്കാതിരിക്കും? റബ്ബ് തആല നമ്മളെ പോലെയല്ലല്ലോ. നമ്മളോട് ഒരു കാര്യം കുറെ വട്ടം ചോദിച്ചാൽ നമുക്ക് ദേഷ്യം ഉണ്ടായി. രാവിലെ പിരിവിനൊന്നാൾ ഉച്ചക്കും വന്നു, ഉച്ചക്കൊന്നാൾ വൈകുന്നേരം വന്നു, കുടുങ്ങിയല്ലേ ഇവരെ കൊണ്ട് ഇനി പെര വിറ്റ് പോണ്ടിരുന്നു നമ്മുടെ ഇവിടെ. അല്ലാഹു തആല അങ്ങനല്ല. കുറെ ആൾക്കാർ ഒരേ ചോദ്യം ചോദിച്ചാൽ കൂടുതൽ ഇഷ്ടപ്പെട്ട് നൽകുക ചെയ്യും, സ്വീകരിക്കുക ചെയ്യും. അള്ളാഹുവിന്റെ റഹ്മത്ത് അങ്ങനെയാണ്. അപ്പൊ ഇരിക്കട്ടെ, ആടിനെ മേയിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആട്ടിടയൻ കാണുന്നത് കൂട്ടം തെറ്റിപ്പോകുന്ന ഒരു ആടിന്റെ നേർക്ക് ചെന്നായ ചാടി. ചെന്നായനെ പിടിച്ചു മാറ്റാൻ വേണ്ടി ഒറ്റ ചാട്ടം ചാടിയിട്ട് ആടിനെ പതുക്കം കൊണ്ട് വലിച്ചു രക്ഷപ്പെടുത്താൻ വേണ്ടി. കാരണം അയാൾ കൂലിക്കാരനാണ്, വൈകുന്നേരം പോയാൽ മുതലാളിക്ക് കണക്ക് കൊടുക്കണം. അപ്പൊ ആട് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ചിലപ്പോ അന്നത്തെ കൂലിയും കിട്ടൂല, പണിയും പോകും. അപ്പൊ ഈ ചെന്നായ അപ്പുറത്തുള്ള ഒരു ഉയർന്ന കല്ലിന്റെ മേലെ കയറി നേർക്ക് നേരെ ഇരുത്തം ഇരുന്നിട്ട് പറഞ്ഞു, അമിത്തു ഇലാ റിസ്ഖിൻ റസഖനീഹില്ലാ, അല്ലാഹു എനിക്ക് നിശ്ചയിച്ചൊരു ഭക്ഷണത്തിലേക്ക് ഞാൻ ഉദ്ദേശിച്ചു. ഫഅഖതഹു, ഞാനത് എടുത്തു. സുമ്മൻ തസഅതഹു മിന്നി, നിങ്ങൾ എന്നിൽ നിന്ന് അത് വലിച്ചെടുത്തല്ലോ. ശുദ്ധമായ അറബിയിൽ ചെന്നായ പറയാ. അപ്പൊ ആട്ടിടയൻ ഇങ്ങനെ നോക്കുകയാണ് ചെന്നായന്റെ മുഖത്തേക്ക്. അയാൾ നോക്കിയിട്ട് പറഞ്ഞു, എന്താ റബ്ബേ ഞാൻ ഈ കേൾക്കുന്നത്? ഇന്നത്തതുപോലെ ഒരു ദിവസവും ഞാൻ കണ്ടിട്ടില്ല. സംസാരിക്കുന്ന ചെന്നായ ഇങ്ങനെ പറയാണ്, ഞാൻ അള്ള എനിക്ക് തന്ന റിസ്ക്കല്ലേ, ഞാൻ എടുത്ത് കൂട്ടത്ത് പോകുന്ന ഞാൻ പിടിച്ചിട്ടില്ലല്ലോ, തെറ്റിയനല്ലേ, അത് എനിക്ക് അള്ള കണക്കാക്കി റിസ്ക്കല്ലേ, ഞാനത് പിടിച്ചപ്പോഴേക്ക് നിങ്ങൾ എന്തിനാ ഊരി വാങ്ങിയത്? അപ്പൊ അയാളിങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കാണ് ചെന്നായത് പറഞ്ഞു. അപ്പൊ ചെന്നായ പറഞ്ഞു,
എന്റെ സംസാരം കേട്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു അത്ഭുതം പറഞ്ഞു തരട്ടെ. റജുലുൻ ബൈനൻ നഖലാത്ത് റജുലുൻ ഫിൻ നഖലാത്തി ബൈനൽ ഹർറതൈൻ. നിങ്ങൾ ഈ ആടിനെ മേയ്ക്കുന്ന കുന്നില്ലേ, ഈ കുന്നിന്റെയും അപ്പുറത്തെ കുന്നിന്റെയും ഇടയില് ഈന്തപ്പന തോപ്പുകൾക്കിടയിൽ ഒരു മഹാവ്യക്തിയുണ്ട്. യുഖ്ബിറുക്കും ബിമാ മളാ. കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരും. വമാ ഹുവ കായിനും ബഅദകും. നിങ്ങൾക്ക് ശേഷം ലോകത്ത് വരാനിരിക്കുന്ന സർവ്വകാര്യങ്ങളും പറഞ്ഞു തരുന്ന ഒരു നേതാവുണ്ട്. എന്റെ ശബ്ദം കേട്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നിയോ? ഇതിനേക്കാൾ വലിയ മഹാത്ഭുതമാണ്. അപ്പൊ യഹൂദിക്ക് തോന്നിയൊന്നും പോയ തിരക്കടില്ല. എവിടെ താഴോട്ട് ഇറങ്ങിപ്പോണോ? കുന്നിന്റെ മേലല്ലേ. താഴെ പോയാൽ ഈത്തപ്പന തോപ്പുകൾക്കിടയിൽ ഒരു മഹാവ്യക്തിയുണ്ട്. ആരാ മഹാവ്യക്തി? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ പറ്റി ഇപ്പൊ വിളംബരപ്പെടുത്തുന്നത് ചെന്നായയാണ്. ചെന്നായന്റെ സംസാരം കേട്ടപ്പോ പോകാൻ വലിയ പൂതി വെച്ചിട്ട് യഹൂദി പറഞ്ഞു ചെന്നായനോട്, പോകാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ ആടുകൾ ആരാ നോക്കുക? ചെന്നായ പറഞ്ഞു, ആടുകളാ നോക്കാം, ആടുകളൊക്കെ ഞാൻ നോക്കിക്കൊള്ളൂ. പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്. നിങ്ങൾ പോയി വന്നാൽ ഞാൻ നേരത്തെ പിടിച്ചെടുത്തത് അള്ള എനിക്ക് തന്ന റിസ്ക്കാണ്, അത് എനിക്ക് തന്നോളണം. അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അത് അള്ളാഹു എനിക്ക് തന്ന റിസ്ക് തന്നെയാണ്. നിങ്ങൾ എന്റെ തൊള്ളയിൽ നിന്ന് വലിച്ചൂരിക്കൊണ്ടുപോയതല്ലേ, അത് എനിക്ക് നിങ്ങൾ തരുന്ന വേണം. വേറെ ഒരു ആടിനെയും നഷ്ടപ്പെടൂല. ഞാൻ ഇവിടെ തന്നെ നിന്ന് അവരെ കാത്തു സൂക്ഷിക്കും. ഒരു മനുഷ്യനെയും ഇങ്ങോട്ട് എടുപ്പിക്കൂല, വേറെ ചെന്നായനെ എടുപ്പിക്കൂല. നിങ്ങൾ പോയി വന്നു. അപ്പൊ ഇറങ്ങി യഹൂദി തായോട്ട് ഇറങ്ങി വന്നു. സുബ്ഹാനല്ലാഹ്, യഹൂദി കാണുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ ഇരിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സദസ് തീരാനുള്ള നേരത്ത് എല്ലാവരും ഇരുന്നതിന്റെ ബേക്കിലായി. മുന്നോട്ടൊന്നും സ്ഥലമില്ല, ബേക്കിൽ അവിടെ ഇരുന്നു. സദസ് ഏകദേശം സമാപിക്കാറായ നേരത്ത് പതുക്കെ മുന്നോട്ട് വന്നു. ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് തങ്ങളെ കൈപിടിച്ചിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ ഈ കാണുന്ന കുന്നിൻ മുകളിലായിരുന്നു. ഇമാം ബഗ്വി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ കുന്നിൻ മുകളിലായിരുന്നു. ഒരു ചെന്നായ ആ കുന്നിന്റെ അടുത്തേക്ക് വന്നു. കൂട്ടം തെറ്റിപ്പോയ ഒരു ആടിന്റെ അടുത്തേക്ക് ചാടിപ്പിടിച്ചു. ഞാൻ എന്റെ ആടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെന്നായനെ മാറ്റി നിർത്തിയിട്ട് ആടിനെ തെളിച്ചു. അപ്പത് എന്നോട് പറഞ്ഞു, അമിത്തു ഇലാ റിസ്ഖിൻ റസഖനിഹില്ലാ. അല്ലാഹു തന്ന ഒരു റിസ്ക് ഞാൻ ലക്ഷ്യം വെച്ചു. ഞാനത് പിടിച്ചെടുത്തിട്ട് നിങ്ങൾ എന്നിൽ നിന്ന് ഊരിയെടുത്തല്ലോ. ഞാൻ അതിന് അത്ഭുതത്തോടെ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഈത്തപ്പന തോപ്പുകൾക്കിടയിൽ തങ്ങളുണ്ട് എന്നും തങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളും വരാനിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ പറയുമെന്നും എന്നോട് ചെന്നായ പറഞ്ഞപ്പോ ഞാൻ ഇറങ്ങി വന്നതാണ്. അപ്പൊ ഈ ചെന്നായന്റെ സംസാരങ്ങളൊക്കെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് സ്വഹാബിമാർക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്, അവരൊക്കെ ഒന്ന് കേൾക്കട്ടെ. സ്വഹാബിമാരൊക്കെ കേൾക്കാൻ വേണ്ടി അവര് കുറെ സംസാരങ്ങൾ കേട്ടതല്ലേ, കൂട്ടത്തിൽ ഒന്നുകൂടി. അപ്പൊ അവര് കേട്ടു. അവരൊക്കെ ഇങ്ങനെ കേട്ടി എല്ലാവരും ഇങ്ങനെ വിസ്മയത്തോടെ നിൽക്കുമ്പോ തങ്ങൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇപ്പൊ ഈ നൂറ്റാണ്ടിലെ കഥയല്ലേ ഇപ്പൊ ഈ പറഞ്ഞത്? കുറെ കാലം കഴിഞ്ഞിട്ട് വരുന്ന 21-ാം നൂറ്റാണ്ടുണ്ട്, അതിനെ ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിനെ. അത് നടക്കാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, തങ്ങൾ പറയുന്നു, വൈകുന്നേരം അവന്റെ വീട്ടിലേക്ക് വരുമ്പോ ഹദീസിൽ പറയുന്നത് ഒരു പക്ഷേ ചാട്ടവാറല്ലെങ്കിൽ ചെരുപ്പ് എന്നാണ്. രണ്ടും അചേതന വസ്തുക്കളാണ്. അതൊരു ഉദാഹരണം എന്ന അർത്ഥത്തിലാണ്. വീട്ടിൽ വൈകുന്നേരം തിരിച്ചെത്തുമ്പോ അവൻ പോയതിന് ശേഷം ആരെല്ലാം വന്നു, എന്തെല്ലാം സംസാരിച്ചു, എങ്ങനെയെല്ലാം പറഞ്ഞു, മുഴുവനും ഓതിക്കൊടുക്കുന്ന ഒരു കാലം വരുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. ആ സമാനിലാണ് നമ്മൾ. രാവിലെ വീട്ടുകാരൻ പോകുമ്പോൾ ഒരു ചെറിയ ചിപ്പ് എടുത്തിട്ട് ക്യാമറയിൽ ഫിറ്റ് ചെയ്യുന്നു. എല്ലാ ഭാഗത്തേക്കും വീടിന്റെ ചുറ്റും ക്യാമറയുണ്ട്, ഉള്ളിലുമുണ്ട്. ആ ക്യാമറ ഓൺ ചെയ്ത റൂം അയാൾ പൂട്ടിപ്പോയിട്ടുണ്ട്. താക്കോലും കൊണ്ടാ പോയത്.
വൈകുന്നേരം വന്നിട്ട് അതൊന്ന് തുറന്നിട്ട് ആ ക്യാമറയുടെ പിന്നിലുള്ള ഒരു ചെറിയ മെമ്മറി എടുത്ത് തന്റെ മൊബൈലിലോ ലാപ്പിലോ ഇട്ടിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോ അയാൾ പോയ 8:30 മുതൽ തിരിച്ചു വന്ന 4:30 സമയത്തിനുള്ളിൽ ആരെല്ലാം വന്നു, എന്തെല്ലാം സംസാരിച്ചു, എന്തെല്ലാം കൊടുത്തു, എന്തെല്ലാം വാങ്ങി, മുഴുവൻ വിഷയങ്ങളും വസ്തുനിഷ്ഠമായി അറിയുന്നു. ആ സമാനിലാണ് നമ്മളുള്ളത്. ഒരു കരണ്ട് പോലും ഇല്ലാത്ത കാലത്താണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുന്നത്. എന്താണ് അത്ഭുതം പറഞ്ഞു കൊടുത്തത്? ഇപ്പൊ ഒരു ചെന്നായ സംസാരിച്ച കഥയല്ലേ അറാബി പറഞ്ഞത്, അല്ല യഹൂദി പറഞ്ഞത്, ആട്ടിടെ. അതൊരു ജീവുള്ള വസ്തുവല്ലേ? എന്നാ നിങ്ങൾക്ക് ജീവല്ലാത്തത് സംസാരിക്കുന്നത് ഞാൻ അങ്ങ് പറഞ്ഞുതരാം. ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായിട്ട് തങ്ങൾ പറഞ്ഞ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ്. കണ്ടില്ലേ നിങ്ങൾ, എല്ലാ വീട്ടിലും ക്യാമറ വന്നുപോയി. പള്ളികളിൽ ക്യാമറ ആവശ്യം ഉണ്ടായിട്ടാണ്, അനാവശ്യം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ മൊബൈലിൽ വെച്ച് നിയന്ത്രിക്കാണ്. വടക്കുമുറിയിലുള്ള ഒരാള് അയാളെ ഖത്തറിലുള്ള ബിസിനസ് ഇവിടെ വെച്ച് നിയന്ത്രിക്കാം. അയാൾക്ക് കൂടുതൽ പണിയൊന്നുമില്ല, 2 കൈവിരലിന്റെ പണിയുള്ളൂ. അയാളെ ആ ഷോറൂമിലുള്ള ആളുകൾ എത്ര ആള് വന്നിട്ടുണ്ട്, എത്ര ആൾ ഇന്ന് വന്ന് പർച്ചേസ് ചെയ്തു, പോയതിന്റെ ബില്ല് എത്രയാണ്, വരവെത്രയാണ്, ചെലവെത്രയാണ്, പണിക്കാരൊക്കെ വന്നു, ആരൊക്കെ വന്നില്ല, ഏത് സമയത്ത് വന്നു, ഏത് സമയത്ത് വരാൻ കുറഞ്ഞു പോയി എന്നുള്ളതൊക്കെ ഓരോന്നും നോക്കി ഇവിടെ വെച്ച് നന്നായി വിലയിരുത്തുകയാണ്. നമ്മളിപ്പോ ആ സമാനിലാണുള്ളത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലങ്ങൾക്ക് മുമ്പ് സ്വഹാബത്തിനോട് പറഞ്ഞ സമാനാണ്. ഈ ഒരു അടയാളം മാത്രമല്ല ഈ സമാനിനെ പറ്റി പറഞ്ഞത്. തങ്ങൾ ഈ സമാനിന്റെ ശരിയായ ചിത്രം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹദീസിൽ അത് പറഞ്ഞിട്ടുണ്ട്. രക്ഷപ്പെടുന്ന ആളുകളെയും തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുദീർഘമായ ഒരു ഹദീസ് ഞാൻ ചുരുക്കി വായിക്കാം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ അല്ലാഹു തആല അയച്ചത് റഹ്മതൻ വഹുദൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും സന്മാർഗമായും അനുഗ്രഹമായിട്ടുമാണ് എന്നെ അയച്ചത്. വഅമറനി അൻ അംഹുവൽ മസാമീർ, വീണകളും കുയൽ വിളികളുമൊക്കെ അതിന്റെ തരംഗങ്ങളൊക്കെ മായ്ച്ചു കളയാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചു. വൽ മആസിഫാ, സംഗീതോപകരണങ്ങൾ നമ്മുടെ സമാനിനേക്കാൾ കൂടുതൽ അന്നുണ്ട്. പക്ഷേ അന്ന് മനുഷ്യൻ നിർമ്മിച്ച ഉപകരണങ്ങളിലൂടെ വരുന്ന ഒച്ചപ്പാടായിരുന്നു. ഇന്നത് ഇലക്ട്രോണിലേക്ക് മാറി എന്ന വ്യത്യാസമാണുള്ളത്. നിങ്ങൾ മുമ്പൊക്കെ ഓർക്കുന്നുണ്ടാകും, മരത്തിന്റെ ഒരു സാധനം അത് അങ്ങോട്ടും ഇങ്ങോട്ടും തുറക്കുമ്പോൾ ഒരു ശബ്ദം വരും, ഒരൊച്ചപ്പാട് വരും. ഇങ്ങനെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരുപാട് ഉപകരണങ്ങൾ അന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് പാട്ടുപാടും ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാകും. ചിലതിലൂടെ കൂക്കിയാലും ചിലതിലൂടെ മുട്ടിയാലും പല ശബ്ദങ്ങളും വരും. വൽ ഖുമൂർ, മദ്യപാനങ്ങളും മായ്ച്ചു കളയാനാണ് അല്ലാഹു എന്നെ അയച്ചത്. ശരിയല്ലേ? തീർത്തും മദ്യപാനം മുഴുവനും തുടച്ചു നീക്കിയില്ലായിരുന്നു. ലോകത്തുനിന്ന് മുഴുവനും അത് നിർമ്മാർജ്ജനം ചെയ്തിരുന്നു. തങ്ങൾ വന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശല്യമായി വർത്തിച്ചത് മദ്യപാനമാണ്. ഭക്ഷണം കഴിച്ചിരുന്നിട്ട് നല്ല ഒട്ടകത്തിന്റെ മാംസം തിന്നിട്ട് അതിന്റെ കൂർത്ത് വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്ന എല്ലുകളൊക്കെ ഒരു ഭാഗത്തുണ്ട്. അങ്ങനെ ആ ഭക്ഷണത്തിന് ശേഷം പലരും മദ്യപിച്ചു. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അങ്ങനെ മദ്യപിച്ചപ്പോൾ പിന്നെ സ്വയം ബോധം നഷ്ടപ്പെട്ട് ഒരു കുടുംബം മറ്റൊരു കുടുംബത്തെ ആക്ഷേപിച്ചു. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട ഒട്ടകത്തിന്റെ എല്ലെടുത്ത് ഒരാള് മറ്റൊരാളെ തലയിലേക്ക് മേടി, തിരിച്ചിങ്ങോട്ടും മേടി, തലപൊട്ടിപ്പോയി. പരസ്പരം കുടുംബ കലഹം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത്തെ ഘട്ടമായി ആ മദ്യത്തിന്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം നിസ്കാരത്തിൽ നിന്നത് നിർമാർജനം ചെയ്തു. മൂന്നാമത്തെ ഘട്ടമാണ് ജനങ്ങൾ പരസ്പരം കലഹിച്ച് പരിക്കേൽപ്പിക്കുന്ന ശബ്ദവും പ്രവണതയും കൂടുതൽ വന്നപ്പോ, അല്ലാഹുവേ ഇത്
ഇതിന് പൂർണ്ണമായ ഒരു പരിഹാരം തരണമേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാര് പ്രാർത്ഥന നടത്തി. അപ്പോഴാണ് മൂന്നാം ഘട്ടമായി യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ വിശ്വാസികളെ, മദ്യപാനം, ചൂതാട്ടം, അതുപോലെ തന്നെ പന്തയം വെക്കൽ, അതുപോലെ തന്നെ പ്രത്യേക ചില കർമ്മങ്ങൾ ചെയ്തുകൊണ്ടുള്ള നാട്ടക്കുറികൾ സ്ഥാപിക്കൽ അടങ്ങി പലതും പിശാചിന്റെ പ്രവർത്തനങ്ങളാണ്. നിങ്ങളത് കയ്യൊഴിക്കണം. പൂർണ്ണമായും മദ്യമുക്തമാക്കപ്പെട്ട അറേബ്യയാണ് അന്ന് നമ്മൾ കണ്ടത്. ചിത്രം മാറി വന്നു. ഇന്നിപ്പോൾ വരാനിരിക്കുന്നത്, ഫസ്റ്റ് ഘട്ടത്തിലായി തുടക്കം കുറിക്കാനിരിക്കുന്നത് 6000-ൽ പരം സിനിമാ തിയേറ്ററുകളുടെ ഉദ്ഘാടനമാണ്. അടുത്ത കാലഘട്ടത്തിൽ വരാനിരിക്കുന്നത് പരിശുദ്ധമായ മക്ക, മദീന നഗര പ്രാന്തപ്രദേശങ്ങളുടെ പരിസരത്ത് വരാനിരിക്കുന്നത് ഇപ്പോൾ നാം കാണുന്ന ചിത്രം അതാണ്. അത് പിറകെ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് സലാമത്തായി ജീവിക്കുന്ന ആളുകൾക്കാണ് സത്യത്തിൽ അവിടുത്തെ ആ ദർശനങ്ങളുമായി ആഖിറത്തിൽ വിജയിക്കാൻ പറ്റുന്നത്. ലോകത്ത് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. മദ്യപാനം പൂർണ്ണമായും തുടച്ചു നീക്കിയൊരു ചരിത്രമുണ്ട്. മദ്യം കിട്ടാതിരുന്നാൽ എത്രയോ അകലം താണ്ടിപ്പോയിരുന്ന ജനത ഒരു മാസം വാഹനത്തിൽ സഞ്ചരിച്ചാലും കുഴപ്പമില്ല, അല്പം കിട്ടണമെന്ന് ചിന്തിച്ചിരുന്ന ആളുകൾ അവരിൽ നിന്ന് പൂർണ്ണമായും അത് നിർമാർജനം ചെയ്ത് പിന്നെ ആ ഒരു ഘട്ടം അവിടെ തുറക്കപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആയത്തിറങ്ങിയ അന്നാണല്ലോ മദീനയിലൂടെ മദ്യച്ചാലുകൾ ഒഴുകിയത്. മദ്യം ചാലുകളായി ഒഴുകിയതിന്റെ പീപ്പകൾ മുഴുവനും മറിച്ചിട്ടു. വെള്ളച്ചാല് ഒഴുകും പോലെ മദ്യച്ചാല് ഒഴുകുകയാണ്. കേട്ടവര് കേൾക്കാത്തവരെ മുന്നിൽ പോയി ആയത്തോതി കൊടുക്കുന്നു, നിർത്തലാക്കുന്നു, കണിശമായി നിർത്തലാക്കുന്നു. പിന്നെ എല്ലാ ഘട്ടങ്ങളിലും അത് നിന്നുപോയി. കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ കെട്ടടങ്ങിപ്പോയി. അതാണ് തങ്ങൾ പറഞ്ഞത്, തുടച്ചു നീക്കാനാണ് അള്ളാഹു എന്നെ അയച്ചത്. വൽ മആസിഫ, സംഗീതോപകരണങ്ങളെയും വൽ ഖുറൂമൗറ, മദ്യപാനങ്ങളെയും തുടച്ചു നീക്കാനാണ് എന്നെ അയച്ചത്. വൽ ഔസാനല്ലതീ കാനത് തുഅബദു ഫിൽ ജാഹിലിയ്യ, വിവരം കെട്ട കാലത്ത് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നതുണ്ട്, അതും തുടച്ചു നീക്കാനാണ് അള്ളാഹു എന്നെ അയച്ചത്. എന്നിട്ട് റബ്ബനോട് സത്യം ചെയ്ത് പറഞ്ഞു, ലാ യശ്റബു അബ്ദുൻ അൽ ഖംറ ഫിദ്ദുനിയാ ഇല്ലാ സഖൈതുഹു മിൻ ഹമീമി ജഹന്നം. ഒരു അടിമയും ദുനിയാവിൽ മദ്യപാനം നടത്തുകയില്ല. ജഹന്നമിലെ ചൂടുവെള്ളത്തിൽ നിന്ന്, ചീഞ്ചലത്തിൽ നിന്ന് ഞാൻ അവന് കുടിപ്പിച്ചിട്ടല്ലാതെ മുഅദ്ദബാ, ശിക്ഷിക്കപ്പെട്ടതായ നിലക്കോ, ഔ മഗ്ഫൂറൻ ലഹു, പാപം പുറത്തു കൊടുക്കുന്നവനായ നിലക്കോ, രണ്ട് നിലക്കാണെങ്കിലും ജഹന്നമില്ല, കടുത്ത ചീഞ്ചലമില്ലേ, അത് കുടിക്കേണ്ട ദാരുണമായ സാഹചര്യം ദുനിയാവിൽ വെച്ച് മദ്യം കുടിക്കുന്ന ആളുകൾക്കുണ്ടെന്ന് അഖ്സമ റബ്ബി, എന്റെ റബ്ബ് എന്നോട് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വലാ യദഉഹാ അബ്ദുൻ മിൻ അബീദി, തീരെ മദ്യപിക്കാതെ, അതിലേക്ക് ശ്രദ്ധ തിരിക്കാതെ, ചാൻസ് കിട്ടിയിട്ടും നുണയാതെ ഒഴിവാക്കുന്ന ആരെങ്കിലും ഉണ്ടോ? തഹറുജന്നൻഹാ, മദ്യം വേണ്ടാന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ തടസ്സം നിന്നുകൊണ്ട് കുടിക്കാതെ മാറി നിൽക്കുന്നവരുണ്ടോ? ഇല്ലാ സഖൈതുഹാ ഇയ്യാഹു, ആ ഖംർ ഞാൻ അവന് കുടിപ്പിക്കും. ഫീ ഹദീറത്തിൽ ഖുദ്സി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ സന്നിധാനത്തിൽ, സ്വർഗീയ ഉദ്യാനത്തിൽ വെച്ച് ഞാനത് കുടിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖംറും ഈ ഖംറും മാറ്റണ്ട്. ആ ഖംർ കുടിക്കുന്ന ആൾക്ക് ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ, ഒരിക്കലും തലവേദന വരൂല. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ തലവേദനയാണ്. ലഹരി ബാധിക്കൂല, ബുദ്ധി ക്ഷയിക്കൂല, അവയവങ്ങൾക്കൊന്നും തകരാറ് ബാധിക്കൂല.
അത് കുടിക്കാൻ ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആനന്ദം ഉണ്ടാകും. ഇത് കുടിക്കുന്നവർക്ക് ആനന്ദമല്ല, കുടിക്കുന്നവർക്കും ഇടങ്ങേറാണ്, പിന്നെ അത് കാണുന്നവർക്കും ഇടങ്ങേറാണ്, മണക്കുന്നവർക്കും ഇടങ്ങേറാണ്, എല്ലാവർക്കും ഇടങ്ങേറാണ്. ദുനിയാവിൽ വെച്ച് കുടിക്കുന്ന ആള്, കുടിച്ച ആള് ഖാലിസായ തൗബ ചെയ്യണം. പുരുഷന്മാര് മാത്രല്ല, സ്ത്രീകളും. നിസ്കാരം കഴിഞ്ഞിട്ട്, ജുമുഅ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ പെട്ടെന്ന് ഓടിപ്പോയി ഒരു സ്ഥലത്ത്. എല്ലാ ദിവസവും ജുമുഅ നിസ്കാരം കഴിഞ്ഞ് അയാൾ ഇങ്ങനെ പോകും. അപ്പൊ ഇയാൾ എങ്ങോട്ടാ പോകുന്നത് നോക്കാൻ വേണ്ടി ചില ചെറുപ്പക്കാർ പിന്നാലെ ഇറങ്ങി. അവർക്കൊരു സംശയം വന്നു. നേരെ പോയി നോക്കുമ്പോ അയാള് നന്നായി കള്ള് വെക്കുന്നിടത്ത് ക്യൂവിൽ നിൽക്കുന്നുണ്ട്. ജുമുഅ നിസ്കാരം കഴിഞ്ഞ് പോയതാ. എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ ആലോചിച്ച് നോക്ക്, മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്ത് പോലും ഈ മഹാമാരികളിൽ നിന്ന് പിന്തിരിപ്പിക്കാത്തൊരവസ്ഥ വന്നാൽ നിസ്കരിച്ച മനുഷ്യനാണല്ല പോയത്. അപ്പൊ എത്രയാണ് മനുഷ്യന്മാർ ഇതിന്റെ അഡിക്റ്റായി പ്രവർത്തിക്കുന്നത്? എത്രയാണ്? ഈ അടുത്ത് നിങ്ങൾ കേട്ടില്ലേ, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും, പക്ഷെ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ ജില്ലയിൽ ഒരു സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ കല്യാണം നടത്തി. അവൻ കല്യാണം കഴിച്ച് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് അവിടെ കൂത്താട്ടം നടത്തി. തലേന്നും പിറ്റേന്നും ഒക്കെ മദ്യം വിളമ്പി മുസ്ലിമിന്റെ കല്യാണ വീട്ടില് അല്ലാഹു തആല അല്പൊന്ന് മഞ്ഞപ്പണം ഏറെ കൊടുത്തപ്പോ ആ നാട്ടിൽ ഒരു ആലിമിനെയും ഒരു ബാപ്പാനെയും ഒരു ഉമ്മാനെയും വില വെക്കാതെ ചെറുപ്പത്തിൽ ഉസ്താദുമാര് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വലിച്ചെറിഞ്ഞ് തനിച്ച തോന്നിവാസല്ലേ ചെയ്തത്. ഇവിടെയാണ് ഞാൻ എൻ്റെ ഉപ്പമാരോട് പറയുന്നത്, ഉമ്മമാരോട് പറയുന്നത്, നിങ്ങൾ ഏറ്റവും ഫുൾ സ്റ്റാൻഡിൽ നിൽക്കണം. എപ്പോഴും കാർക്കശ്യം വേണ്ടിടത്ത് ഒരു ഇഞ്ച് പോലും കാർക്കശ്യം കുറക്കരുത്. ആവശ്യമില്ലാത്ത ഒരു അറഫ് പോലും വേണ്ടേ. കാർക്കശ്യം വേണ്ടിടത്ത് ഒരു ഇഞ്ച് പോലും കുറയരുത്. അതെവിടെയാണ്? ഒരു പക്ഷേ നിർബന്ധമായ കാര്യങ്ങൾ കഴിയിച്ചു, അവിടെ കർശനമായ തീരുമാനം എടുക്കും. എന്നാൽ അടിച്ചു കൊല്ലണം എന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം, ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കരുത്. അല്ലെങ്കിൽ ഹറാമായ കാര്യങ്ങൾ സന്തോഷത്തോടുകൂടി ചെയ്യുന്ന രൂപത്തിൽ അതിലേക്ക് ഇങ്ങനെ അഡിക്റ്റായി കൊണ്ടിരിക്കുമ്പോ അവിടെ കർശനമായി വരും. അല്ലെങ്കിൽ പിന്നെ അത് തയച്ചങ്ങനെ വളരും. 3-4 ലക്ഷം രൂപ കൂട്ടുകാരോടൊപ്പം മദ്യപാനത്തിന് വേണ്ടി തന്നെ ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര പെരുപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഹദീസ് നമ്മൾ കേൾക്കുന്നത് എന്താണെന്നറിയോ? കുടിച്ച ആൾക്ക് തീനത്തുൽ ഖബാല്, ജഹന്നമിലെ ചൂട്, ചീഞ്ഞളിഞ്ഞ ചൂടുള്ള ചീഞ്ചലം കുടിപ്പിക്കുമെന്ന് സത്യം ചെയ്ത് നബിതങ്ങളല്ല, അല്ലാഹുവാണ്. എന്റെ റബ്ബാണ് എന്നോട് സത്യം ചെയ്ത് പറഞ്ഞ് ഞാനത് കുടിപ്പിക്കുമെന്ന്. അത്ര കാര്യഗൗരവമുള്ള വിഷയമാണ്. ഉമ്മമാരും രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. ഒരിക്കലും ചെറിയ കുട്ടികളെ അടക്കം വലിയവരെയും തീരെയും മക്ബറ സിയാറത്തിനല്ലാതെ ഒരു ടൂറിലേക്കും ഒരു അധ്യാപനത്തിന്റെ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് വിടരുത്. അത് B.Ed ആണെങ്കിലും ശരി, BBC ആണെങ്കിലും ശരി, MPhil ആണെങ്കിലും ശരി, എന്തോ കബണ്ണാക്കാണെങ്കിലും ശരി. 4ാം ക്ലാസ്സിലെ കുട്ടികളെ ഞാൻ നിൽക്കുന്നിടത്ത് ഈ അടുത്ത് ടൂർ കൊണ്ടുപോയി. അധ്യാപകന്മാരെന്റെ സദസ്സിലുണ്ടാകും, സശ്രദ്ധം വീക്ഷിക്കണം. കുട്ടികൾ നിസ്കരിച്ച് നല്ലത് കണ്ട് ശീലിക്കുന്ന ഈ സമയത്ത് ഒരു 1 ഡേ ടൂർ എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് പോയി തിരിച്ചു വരുന്നത് വരെ സിനിമയാണ് കുട്ടികൾ കാണിപ്പിച്ചു കൊടുത്തത്. ഒരിക്കലും സിനിമ കണ്ടിട്ടില്ലാത്ത കുട്ടി സിനിമ കണ്ട് സ്റ്റാർട്ട് ചെയ്തത് ആ ടൂറിലാണ്. ഞാൻ അവരോട് വളരെ കർശനമായി പറഞ്ഞു, നിങ്ങൾ അന്നം നോക്കിയിട്ട് ഒരു സ്ഥലത്തും ജോലി കിട്ടാത്തതുകൊണ്ട് ഇവിടെ കൂടിയൊന്നല്ല ഞാൻ. അങ്ങനെ ഒരു ഈനാമ്പേച്ചിയായിട്ടോ ഒന്നും കിട്ടാത്ത ആളായിട്ട് നിങ്ങൾ കരുതണ്ട. പറഞ്ഞ കാര്യം നേർക്കാരെ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യം അനുസരിക്കാനും എനിക്കൊരു പരിധി ഉണ്ടാവും. നിങ്ങളെ കല്യാണത്തിന് വരാൻ കഴിയൂല എന്ന് പറയും, നിങ്ങളെ നിക്കാഹിന് വരാൻ കഴിയൂല എന്ന് പറയും. പറഞ്ഞേ കേൾക്കണ്ട, ദീനല്ലേ പറഞ്ഞ് ഉറുപ്പ്യങ്ങൾ തരണ്ട. ദീനല്ലേ പറഞ്ഞു, ദീന് പറഞ്ഞ് കേൾക്കാൻ ആരാ ഉള്ളത്? വിധങ്ങൾ ദീനല്ലേ കാര്യമായിട്ട് പഠിപ്പിച്ച് അത് കേൾക്കാൻ ആരാ ഉള്ളത്? ഇവിടെ ദുന്യാവ് കേൾക്കാൻ എല്ലാവരും ഉണ്ട്. 4ാം ക്ലാസ്സിലെ കുട്ടികളെ കാഴ്ച സ്ഥലം കാണാൻ കൊണ്ടുപോയതാണ്. ഒരൊറ്റ വക്ത് നിസ്കാരം പോയ അധ്യാപകന്മാർക്കുമില്ല, ഈ കുട്ടികൾക്കുമില്ല.
അതിന് രക്ഷിതാക്കൾക്ക് 1000 കൊടുക്കാനും മടിയില്ല, 10000 കൊടുക്കാനും മടിയില്ല. അത് പഠനത്തിന്റെ ഭാഗല്ലേ എന്നാ പറഞ്ഞു. എന്ത് ഭാഗമാണിത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുക്കല്ലഫായ മനുഷ്യന്മാരല്ലേ അത് നിയന്ത്രിക്കുന്നത്? എത്ര മോശത്തരാന്നറിയോ നമ്മുടെ സമൂഹത്തിന്റെ അധപ്പതനം. അതിൽ പോയ കുട്ടികള്, നല്ല മനസ്സുള്ള കുട്ടികൾ പറയാണ്, ഉസ്താദെ പോയി തിരിച്ചു വരുന്നവരെ 12 മണി 1 മണിക്ക് വരെ വന്നിറങ്ങുന്നവരെ ഓടിക്കൊണ്ടിരുന്നത് സിനിമയാണ്. ചെറുപ്പക്കാരായ ആൾക്കാർ ഇവിടുന്ന് പെരുന്നാളിന് ടൂർ പോകുന്ന സ്ഥലം ഒന്നെങ്കിൽ കൊടൈക്കനാൽ, മൈസൂരിലേക്ക്, അല്ലെങ്കിൽ ഊട്ടിയിലേക്ക്. ഞാൻ ഒരു ദിവസം ഇവിടെ ഖുതുബയും കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുമ്പോൾ ഗൂഡല്ലൂർ ടൗണില് ട്രൗസർ ഇട്ടിട്ട് നമ്മുടെ ജില്ലയിലെ ചെറുപ്പക്കാര്, കാര്യബോധമുള്ള ചെറുപ്പക്കാര് അവിടെയുള്ള വ്യാപാരികളുമായി തല്ലുകൂടാണ്. കുടിച്ചിട്ട് വിശുദ്ധ പെരുന്നാളിന്റെ ദിവസത്തിൽ, വലിയ പെരുന്നാളിന്റെ ദിവസത്തിൽ. അവനാന്റെ നാട്ടിൽ കുടിച്ചാൽ പടച്ചവും കാണുമല്ലോ, അതുകൊണ്ട് ആരാന്റെ നാട്ടിൽ പോയതാണ്. എന്നാ പിന്നെ അള്ളാഹുത്തേല കാണാം. അള്ളാഹ്ക്ക് ഇവിടെ മാത്രമുള്ള കാഴ്ചയുള്ളൂ. എവിടെ? പരിസര പ്രദേശം. കുറച്ച് അങ്ങോട്ട് നീങ്ങിയ അള്ളാഹുത്തേല കാണൂലല്ലോ. അപ്പം ഏതായാലും കാണൂല. പിന്നെ അള്ള എങ്ങനെ കാണുന്നത്? ഗൗരവിക്കുന്നത്. ആ അർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ അധപ്പതനം വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഹർഫിന് പറ്റാത്തവരായി നമ്മൾ താഴോട്ട്. ആര് വല വീശിയാലും വീയാൻ പറ്റുന്ന കോലത്തിൽ നമ്മൾ ദുർബലരായി അധപ്പതിച്ചുകൊണ്ടിരിക്കുക. ഇത് നോക്കിക്കണ്ടിട്ടാണ് കാലേക്കുട്ടി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ശരിക്കും തടഞ്ഞു നിന്നു. എത്ര ചാൻസ് കിട്ടിയാലും, ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, നുണഞ്ഞ ആളുകളുണ്ടെങ്കിൽ, ഖാലിസായ തൗബ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ, ഹമീമിൽ നിന്ന് മുത്തുനബി കുടിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല ഓർഡർ കൊടുത്ത് മലക്കുകൾ അത് കോരിത്തരും. നരകത്തിലെ ചൂടുള്ള ചീഞ്ചലം അത് കുടിക്കാൻ കഴിയും തോന്നുന്നുണ്ടോ? അതൊന്ന് തൊള്ളയുടെ അടുത്തേക്ക് വെക്കുമ്പോഴേക്ക് ദാഹത്തിന്റെ കടുപ്പം കൊണ്ട് അല്പമൊന്ന് കുടിക്കുമ്പോഴേക്ക് മുഴുവനായി കുടിക്കാൻ കഴിയൂല. അപ്പോഴേക്ക് വയതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ, വലത്തുനിന്നും ഇടത്തുനിന്നും മുകളിൽ നിന്നും താഴ്ത്തുനിന്നും മരണം സംഭവിക്കുന്നു. മരിച്ചു എന്ന് തോന്നുന്നു. തീ തുപ്പുന്ന വേദന അനുഭവിക്കുന്നു. വമാഹു അബിമയ്യിത്, അക്ഷരാർത്ഥത്തിൽ അവൻ മരിക്കുന്നില്ല. വായയോട് അടുപ്പിക്കുമ്പോഴേക്ക് ചുണ്ടതിലേക്ക് പൊളിഞ്ഞു വീഴുകയാണ്. ഉള്ളിലേക്ക് വെക്കുമ്പോഴേക്കോ ഫശാരിബൂന ശുർബൽ ഹീം, ദാഹിച്ചു വലഞ്ഞ ഒട്ടകം വന്നിട്ട് അതിന് വെള്ളം കൊടുക്കുമ്പോ ഉള്ളിലുള്ള ചൂട് കാരണമായി രോഗം ബാധിച്ച ഒട്ടകം പതുക്കെ പതുക്കെ കുടിക്കും പോലെ ഇവനതാ പതുക്കെ പതുക്കെ കുടിക്കുന്നു. അല്ലാഹു പറയുന്നു, വിടാനായിട്ടില്ല. പള്ള നിറയെ കുടിക്കേണ്ടതുണ്ട്, അല്പൊന്നും കുടിച്ചാൽ പോരാ. അതുകൊണ്ട് മാന്യ മുസ്ലിം സഹോദരന്മാരോട് പറയട്ടെ, ഏത് ലെവലിലാണെങ്കിലും, ഏത് സ്ഥലത്താണെങ്കിലും, ആരുടെ കൂട്ടത്തിലാണെങ്കിലും, സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും, ഏത് നാട്ടിലാണെങ്കിലും ശരി, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് നടത്തുന്ന ദർശനമാണ്. നമ്മുടെ ഈ ലോകത്തെ വായിച്ചിട്ടാ തങ്ങൾ പറയുന്നത്. വീണ്ടും പറയുന്നു, ലികുല്ലി ശൈഇൻ ഇഖ്ബാലും വഇദ്ബാർ, ഓരോ കാര്യങ്ങൾക്കും മുന്നോക്കവും പിന്നോക്കവും ഉണ്ട്, പുരോഗതിയും അധോഗതിയും ഉണ്ട്. വഇന്ന ലിഹാദദ്ദീനി ഇഖ്ബാലും വഇദ്ബാർ, ഈ മതത്തിനും പുരോഗതിയും ഉണ്ട്, അധോഗതിയും ഉണ്ട്. മാ ബഅസനില്ലാഹു, അല്ലാഹു തആല എന്നെ അയച്ച ഘട്ടമില്ലേ, അപ്പോൾ ഒരു കുടുംബത്തിലെ ഒറ്റാളും ഒഴിവാകാതെ എല്ലാവരും ബോധമുള്ളവരാണ്. ഈ ദീനിന്റെ ഏറ്റവും പുരോഗതിയുള്ള കാലഘട്ടം, ഈ മതത്തിന്റെ ഏറ്റവും പുരോഗതിയുള്ള കാലഘട്ടം അല്ലാഹു എന്നെ അയച്ചിട്ടുണ്ടല്ലോ.
അപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിലേക്കാ ഞാൻ വന്നത്. പക്ഷേ ജനങ്ങൾ സ്വീകരിച്ചു ഉൾക്കൊണ്ടതുകൊണ്ട് ഒരു ഗോത്രത്തിലെ മുഴുവൻ ആളുകളും മതബോധമുള്ളവരാണ്. മിൻ ഇന്ത്യ അസിരിഹാ, അതിന്റെ അവസാനത്തെ ഘട്ടം മുതൽ അന്ന് നാട്ടിൽ എവിടെയെങ്കിലും മരിച്ചു പെറുക്കിയാൽ ലാ യബ്ഖാ ഇല്ലൽ ഫാസിഖു വൽ ഫാസിഖാൻ, ദുർമാർഗികൾ ഒന്നോ രണ്ടോ എവിടെയെങ്കിലും എണ്ണിയാൽ കിട്ടുന്നവര് അങ്ങനെയാണ്. ഫഹുമാ മഖ്ഹൂറാനി മഖ്മൂആനി ദലീലാൻ, അവരെ ആരും ഗൗനിക്കൂല. ഇൻ തകല്ലമാ ഔ നതഖാ, അവരെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഖുമിആദാരും സ്വീകരിക്കൂല, ഹൈജാക്ക് ചെയ്യപ്പെടും. അവർ ഒരു വിഷയത്തിലേക്കും ക്ഷണിക്കൂല. അവർ ദുർമാർഗികളായിട്ട് ഒന്നോ രണ്ടോ ആണ്. ഒരു കുടുംബത്തിൽ, ഒരു ഗോത്രത്തിൽ, ഒരു മഹല്ലത്തിൽ, ഒരു ഗ്രാമത്തിൽ എന്നൊക്കെ കൂട്ടിക്കോളൂ. അതേ സമയത്ത് ഈ ദീനിന്റെ അധോഗതിയുടെ കാലഘട്ടമാണ്. ഏതാണ് പിന്നാക്ക കാലഘട്ടം? അന്തജുഫുൽ ഖബീലത്തു കുല്ലുഹാ ബിഅസ്രിഹാ, ഒരു ഗോത്രത്തിലെ മുഴുവൻ ആളുകളും മതബോധത്തിൽ നിന്ന് അകന്ന് കഴിയലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശങ്ങള് ശിരസാ വഹിക്കുന്നതിൽ നിന്ന് ബാപ്പ ബേക്കോട്ടാണ്, ഉമ്മ ബേക്കോട്ടാണ്, മക്കള് ബേക്കോട്ടാണ്, പേരക്കുട്ടികള് ബേക്കോട്ടാണ്. മതത്തിന്റെ ശക്തമായ നിയമങ്ങൾക്ക് പോലും ഇളക്കം സംഭവിച്ചുപോയി. ഒരു സ്ഥലത്തല്ല, പല സ്ഥലങ്ങളിലും അങ്ങനെ സംഭവിച്ചു പോയി. എന്നിട്ട് തങ്ങൾ പറയുന്നു, ഹത്താ ലാ യബ്ഖാ ഇല്ലൽ ഫഖീഹു വൽ ഫഖീഹാൻ, ബോധമുള്ളവര് ഒന്നോ രണ്ടോ ആളുകളുണ്ട്. ഒരു ഗ്രാമത്തിലായി പറയുന്നത് തികഞ്ഞ മതബോധമുള്ളവര് ഒന്നോ രണ്ടോ പേരുണ്ട്. അവര് സംസാരിക്കാൻ വന്നാൽ ബഹുഭൂരിപക്ഷം ബോധമില്ലാത്തവരായതുകൊണ്ട് അവര് പറയുന്നു, ഒതുങ്ങി നിന്നോളൂ, തലവെട്ടി കളയും കേട്ടോ. ആ പറയുന്നവരുടെ കയ്യിൽ എന്താ ഉള്ളത് എന്നറിയോ? ദുന്യാവിന്റെ സ്വത്ത് മാത്രമാണ്. നിങ്ങൾ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ ഞങ്ങളെയാണോ കുറ്റം പറയാൻ വരുന്നത്? അടങ്ങി നിന്നോളൂ, നിങ്ങളെ ശരിയാക്കി കളയും. സംസാരിക്കാൻ അയക്കൂല. ആ ബോധമുള്ളവർ വല്ലതും സംസാരിച്ചാൽ അവർ സീറ്റ് പോയി. പിന്നെ അവരാർക്കും വേണ്ട. അവർ പറഞ്ഞ ഹക്ക, അവര് പറഞ്ഞത് സത്യമാണ്. സത്യം പറഞ്ഞതിന്റെ പേരിൽ ഏറ്റവും അധികം പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ. തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ആരെ പേടിക്കാനാ ദീന് പറയുന്നതിന്? ആർക്കും അവസാന പാടാൻ അള്ളാഹുവിന്റെ ദീന് പറയുന്നതിന്? ഞാൻ നേരത്തെ പറഞ്ഞ കല്യാണം നടന്ന സ്ഥലത്തുള്ള ഖത്തീബ് അയാളെ ഉത്തരവാദിത്വം നിർവഹിച്ചു. ഒരു 10-35 മിനിറ്റ് അയാള് കാര്യഗൗരവത്തോടെ പ്രസംഗിച്ചു. ഒരു അരമണിക്കൂർ സമയം അയാൾ ശരിക്കും അവരോട് തുറന്നു പറഞ്ഞു, നിങ്ങളൊക്കെ എനിക്ക് തന്ന സഹായം നാളെ അള്ളാഹിന്റെ കൂലിട്ട് നേടിയിട്ടാണ് എന്തെങ്കിലും കിട്ടും. അല്ല, അത്തന്ന സഹായത്തിന്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒതുങ്ങിത്തരാനൊന്നും കഴിയൊന്നുമില്ല. പറയണ്ടേ എനിക്ക് പറഞ്ഞിട്ടേ പോകാൻ കഴിയും. വളരെയധികം നാണിപ്പിക്കുന്ന അവസ്ഥ. ഒരു നാട്ടിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്നൊരു മുസ്ലിം കുടുംബത്തിൽ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ ഇന്നത്തെ കല്യാണത്തെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കുമ്പോ ഹലാൽ എന്ന് പറയാൻ വളരെയധികം ചുരുക്കേണ്ടാവും. വളരെ ചുരുക്കേണ്ടാവും. നിങ്ങളൊന്ന് ശരിക്ക് കണ്ണു തുറന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട്, ഒരു നിക്കാഹുമായി, ഒരു സുന്നത്തുമായി ബന്ധപ്പെട്ട് എത്ര ഹറാമ് നടക്കുന്നുണ്ട്, എത്ര നടക്കുന്നുണ്ട്. പഴയ കാലത്ത് അങ്ങനെ ഒറ്റൊന്നും ഉണ്ടാകൂല. കാരണം അവിടെയുള്ള കാരണവരായ ബാപ്പ ഈമാനിന്റെ തിളക്കമുള്ള ബാപ്പയാണ്. ആ ബാപ്പ ഹയാത്തുള്ള കാലത്തോളം അത് സമ്മതിക്കൂലെന്ന് മക്കൾക്കൊക്കെ അറിയാം. ആ ചിട്ടയിലാണ് മക്കളെയും പേരക്കുട്ടികളൊക്കെ വളർത്തിയത്. അല്ലേ ഓണാട്ട് പോയിക്കോ, ഇവിടെ പറ്റൂല എന്ന് പറയും. ഏതാ കാലം? നിസ്കരിച്ചാൽ ഭക്ഷണം കൊടുക്കണ്ടെന്ന് വല്യമാരും ഉമ്മാര് പറഞ്ഞ കാലാണ്. ഇന്ന് ലുഹുർ നിസ്കരിച്ചിട്ടില്ല കേട്ടോ, ഭക്ഷണം കൊടുക്കണ്ട, നാളെ മുതൽ റെഡിയാകുമോ നോക്കുന്നുണ്ട്, നാളെ പകല് മുതൽ കൊടുത്തു തുടങ്ങാം. പട്ടിണിക്കിട്ട് കൊല്ലാനല്ല, ഒരു പ്രാക്ടിക്കലായിട്ട് പഴയ കാലത്ത് ഒരു ബഹിഷ്കരണം ഉണ്ടായിരുന്നു. ഉപ്പാപ്പന്മാർക്ക് അവര് വലിയ കിതാബോധിയൊന്നല്ല, പക്ഷെ അവര് ഈമാനും ഇഖ്ലാസും അങ്ങനെയാണ്. അവർ സമ്മതിക്കൂല. ഇപ്പോഴോ അത് ഓന്റെ പൈസക്ക് ഓൻ ചെയ്യാം.
നമ്മൾ എന്ത് പറയാനാ? ഈ റബ്ബർ സ്റ്റാമ്പ് പോലെ നിന്നിട്ട് കാര്യമുണ്ടോ? 10ഉം 25ഉം വയസ്സും വരെ ഓനെ നോക്കിയതും പോറ്റിയതും ജോലി ആക്കി കൊടുത്തതും ആരാ? സ്വന്തം കൈകൊണ്ട് കിട്ടിയതാ. സ്വന്തം കൈകൊണ്ടാണോ കുട്ടിക്കാലം മുതൽ ഇത്രയും വരെ വളർന്നത്? അവിടെ നമ്മൾ ശരിക്കും നല്ലോണം ശ്രദ്ധിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇബ്നു മസ്ഊദ് തങ്ങളെ, ആര് സദ്യക്ക് വേണ്ടി വിളിച്ചാലും നിങ്ങൾ പോകണം. ആര് സദ്യക്ക്, കല്യാണ സദ്യക്കോ സൽക്കാരത്തിനോ വിളിച്ചാൽ നിങ്ങൾ പോകണം. പക്ഷേ മാലം യുദ്ഹിറുൽ മആസിഫ്, ഹദീസാ ഞാൻ പറയുന്നത്, നബിതങ്ങൾ നോക്കിക്കണ്ട സമാനാണ്. നമ്മളെ സമാന് നോക്കിക്കണ്ട് അന്ന് ഇബ്നു മസ്ഊദ് തങ്ങൾ ഉണ്ടാകൂലല്ലോ, നമ്മളോട് പറഞ്ഞതാണ്, ഏത് കല്യാണത്തിന് ഏത് സൽക്കാരത്തിനാര് ക്ഷണിച്ചാലും പൊയ്ക്കോളൂ, ഡിമൈൻഡ് ഉണ്ട്. മാലം യുദ്ഹിറുൽ മആസിഫ, സംഗീതോപകരണങ്ങളെ വീഡിയോയിൽ പെട്ടിട്ടുണ്ട്, അടക്കം അവർ പരസ്യമാക്കാത്ത കാലത്തോളം. അങ്ങനെ പരസ്യമാക്കിയാൽ പിന്നെ നിങ്ങൾ പോകേണ്ടതില്ല. 3 ദിവസം ഒരന്യ പുരുഷന് വീട്ടിന്റെ ടോയ്ലറ്റ് അടക്കം സർവ്വ സ്വകാര്യതകളിലും കയറി ഫോട്ടോ എടുത്തിട്ട് 20,000 രൂപക്ക് അതൊരു കേസറ്റ് ആക്കുമ്പോ അല്ലാഹ് പൊറുക്കുമോ? റസൂലുള്ള വിട്ടുതരുമോ? മഹാന്മാര് പൊരുത്തപ്പെടുമോ? ഒരാഴ്ചക്കാലം കഴിഞ്ഞിട്ടൊരു ഹണിമൂണ് ടൂറാണ്. ആരും ഇത് അറിയില്ലാന്ന് ആരും കരുതണ്ട. ഒരൊറ്റ ബാപ്പയും ഒരൊറ്റ ഉമ്മയും കരുതണ്ട. ആ ഹണിമൂണ് ടൂറിൽ വയനാട് ചുരത്തിന്റെ 1ാം വളവ് മുതൽ 9ാം വളവ് വരെ, അത് കഴിഞ്ഞിട്ട് തേയില എസ്റ്റേറ്റ്, ടീ ഫാക്ടറി, അപ്പുറത്തുള്ള കാഴ്ച വസ്തുക്കൾ, അതിലൊക്കെ ആരെല്ലാം വന്ന് സല്യൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടോ? പരസ്യമായി അവരെ മുന്നിൽ അവരെ കൊണ്ട്, ഒരന്യ പുരുഷനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച് ഈ പെണ്ണിന്റെയും ആണിന്റെയും ശരീരവും സമ്പർക്കവും സ്നേഹവും സൗന്ദര്യവും ഒക്കെ പരസ്യമായി കാണിച്ചു കൊടുത്തിട്ട് പബ്ലിസിറ്റി ചെയ്യുന്ന ഏർപ്പാട് നാട് നീളെ നടന്നുപോയില്ലേ? അതിനേക്കാൾ ദുഃഖകരമല്ലേ നിശ്ചയം കഴിഞ്ഞ പെണ്ണിനെ നിശ്ചയിച്ച പുതിയാപ്പളന്റെ കൂടെ വിടുന്നത്? നിക്കാഹ് കഴിയാതെ തൊടാൻ പറ്റുമോ? നിക്കാഹ് കഴിയാതെ ഒരുമിച്ച് കൂടാൻ പറ്റുമോ? നിക്കാഹ് കഴിയാതെ യാത്ര പറ്റുമോ? നിക്കാഹ് കഴിയാതെ ഒപ്പം ഇരിക്കാൻ പറ്റുമോ? റബ്ബിന്റെ ദീനിന്റെ നിയമങ്ങൾ കൈയൊഴിച്ച് നമ്മളൊരു ലോക്കലാലിറ്റി മുസ്ലിങ്ങളായി അതപ്പതിക്കരുത്. ഈമാനിക ആർജവത്തോടെ ജീവിക്കുന്നവരാകണം. മതബോധമുള്ള ആളുകളെ കൂട്ടത്തിൽ ചേരണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നോക്ക കാലം പറഞ്ഞപ്പോ അവസാനം തങ്ങൾ പറഞ്ഞു, അതാ ഹത്താ യുശ്റബൽ ഖംറു ഫീ നാദീഹിം, അവരുടെ സഭകളിൽ മദ്യം മോന്തപ്പെടുന്നു. വമജാലിസിഹിം, അവർ ഇരിക്കുന്ന സ്ഥലങ്ങളിലും, വാസ്വാഖിഹിം, അവരുടെ സൂക്കുകളിലും മാർക്കറ്റുകളിലും അങ്ങാടികളിലും, വയുൻഹലൽ ഖംറു അലാ ഗൈരി ഇസ്മിഹാ, ഖംറിന് മറ്റു പേര് പറഞ്ഞിട്ട് ഖംർ അനുവദിക്കപ്പെടുന്ന കാലമാണ്. ഖംർ എന്ന് പറയില്ല, കള്ള് എന്ന് പറയില്ല, ഇത് ആൽക്കഹോളാണ് എന്ന് പറയും, അല്ലെങ്കിൽ ഇത് വേറെന്തെങ്കിലും പേരിലാണ് അറിയപ്പെടുക. സാധനം ഖംർ തന്നെ. എന്നിട്ടത് ഹലാലാക്കും. അങ്ങനെ എത്ര സാധനങ്ങളുണ്ട്. ഈ അടുത്ത് വിദേശ രാഷ്ട്രത്തിൽ ഒരു പരിപാടിക്ക് വന്ന 50,000 ആളുകളിൽ നിന്ന് മൂത്രം ശേഖരിച്ച് മദ്യമുണ്ടാക്കി. അപ്പൊ ആ കമ്പനി പറഞ്ഞു, ഏറ്റവും കൂടുതൽ വിപണിയിൽ വിറ്റ് കഴിഞ്ഞത് ആ മദ്യമാണത്ര. മറ്റുള്ള മദ്യങ്ങളെക്കാൾ സ്പീഡ് കൂടുതൽ ഉണ്ടായിരുന്നത് വിറ്റപ്പോ. രാവിലെ വന്ന ആൾ എന്നെ ഉച്ചക്ക് വന്ന് വീണ്ടും വാങ്ങിക്കൊണ്ടു, വൈകുന്നേരം വീണ്ടും മീമാണ് കൊണ്ടുപോകും. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും മീൻ വാങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ പച്ചക്കറി വാങ്ങുന്നത് പോലെ അത്ര പെട്ടെന്നാണ് അത് ചെലവായത്. ആരനുവദിച്ചെന്നാലും നമുക്ക് അനുവാദാകൂല. നമ്മുടെ കാഴ്ചപ്പാട് ആരതാണ്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വയസ്സ് 23 ആക്കിയാലും ശരി, 43 ആക്കിയാലും ശരി, 83 ആക്കിയാലും ശരി, നമുക്കത് ഹലാലാകൂല. ഇനി അടുത്തൊരു സർക്കാർ വന്നിട്ട് 43 വയസ്സിനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞാലും ഹലാലാകൂല. ഒരൊറ്റ വയസ്സിലും അത് പറ്റൂല. അങ്ങനെ ഖംറിന്റെ പേരല്ലാത്ത പേരും പറഞ്ഞ് അനുവദിക്കുക. എന്നിട്ട് എന്താണെന്നറിയോ? ഈ കുടിക്കുന്ന ആളുകൾ പറയും, ലാ ബഅസ ബിഹാദ ശറാബ്,
ഇതിനൊന്നും കുഴപ്പമില്ലട്ടോ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇത് കുടിക്കുന്ന ആൾക്കാർ പറയും ലാ ബഅസ ബിഹാദ ശറാബ്, ഇതിനൊന്നും ഒരു കുഴപ്പമില്ല, ഇതൊക്കെ കുടിക്കാതെ പിന്നെ എന്താണ്? അങ്ങനെ ഒരു മനുഷ്യൻ അവന് തോന്നിയതൊക്കെ കുടിക്കുന്നു. തോന്നിയതൊക്കെ അവന് കുടിക്കുകയാണ്. കള്ള് മാത്രം വെക്കണ്ട, കഞ്ചാവും ഒക്കെ കൂട്ടിക്കോളും. എല്ലാ സാധനങ്ങളും ചെറുതും വലുതും എത്രയോ കുടിക്കുന്നത്, അല്ലാതെ സിറിഞ്ചിലൂടെയും മറ്റും കയറ്റുന്നത്, പല്ലിന്റെ അടിയിലാക്കി വെക്കുന്നത്, ചുണ്ടിന്റെ അടിയിലാക്കി വെക്കുന്നത് അടക്കം, ചെറുതും വലുതും വെറ്റിലയിലടക്കം ചേർത്ത് തേമ്പുന്നതടക്കം എല്ലാം അതിൽ പെട്ടിട്ടുണ്ട്. തോന്നിയതൊക്കെ മനുഷ്യൻ എങ്ങനെ വിളമ്പുകയാണ്. അങ്ങനെ ലക്കുകെട്ട മനുഷ്യന്റെ സമീപത്തുകൂടെ ഒരു പെണ്ണ് നടന്നു പോകാൻ പറ്റുന്നില്ല. ആ പെണ്ണിനെ കയറി പിടിച്ചു. എങ്ങനെയാണ് കയറി പിടിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്യരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എന്റെ വസ്ത്രം ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നത് പോലെ നടുറോട്ടിൽ പരസ്യമായി ആണും പെണ്ണും ഒരു നഗ്നതയും മറക്കാതെ, ഒരു ലജ്ജയുമില്ലാതെ തോന്നിയതൊക്കെ കുടിച്ചിട്ട് കൂത്താടുന്ന സന്ദർഭം വരും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനത്തെ ഒരു സന്ദർഭം ആർക്കെങ്കിലും വന്നാൽ ഫമൻ അദ്റക സമാൻ, അങ്ങനത്തെ ഒരു കാലം നിങ്ങൾക്ക് വന്നാൽ വഅമറ ബിൽ മഅറൂഫി, വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് നന്മ കൊണ്ട് കൽപ്പിച്ചു, തിന്മയിൽ നിന്ന് മാറി നിന്നു, ഫലഹു അജ്റു 50 മിമ്മൻ സ്വഹിബനി വആമന ബി വസദ്ദഖനി, എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിന്ന് എന്റെ കൂടെ പ്രവർത്തിച്ച 50 സ്വഹാബിമാരുടെ കൂലി ആ മനുഷ്യന് അല്ലാഹു നൽകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ സമാന് നോക്കി വായിക്കുകയാണ്. ഞാൻ എന്റെ സഹോദരിമാരോട് പറയട്ടെ, ഈ കാലത്തെ പെണ്ണിനെ പറ്റി നബി തങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, സിൻഫാനി മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട 2 വിഭാഗങ്ങൾ, മിനന്നാർ, അവര് നരകത്തിലാണ്. തങ്ങൾ പറഞ്ഞു ലം അറഹുമാ, ഞാൻ അവരെ കണ്ടിട്ടില്ല. ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്റെ ഉമ്മത്തിലെ 2 വിഭാഗങ്ങൾ, ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി അക്കാലത്തില്ല. ഏതാണ് ആ 2 വിഭാഗം? ഖൗമും മഅഹും സിയാത്തുൻ യദ്രിബൂന ബിഹാ, ഒരു വിഭാഗം ആളുകൾ അവരോടുകൂടെ പശുവിന്റെ വാല് പോലെ കുറെ ചാട്ടവാറുകളുണ്ട്, കുറെ വടികളുണ്ട്, മറ്റുള്ള പലതും ഉണ്ട്. നിരപരാധികൾ അവര് തച്ചൊതുക്കുന്നു. ലോകത്ത് നമ്മൾ കാണുന്ന ചിത്രമല്ലേ, പാവപ്പെട്ട റോഹിംഗ്യകളെ എത്ര ആളുകളാണ് ക്രൂരമായി കയ്യേറ്റം നടത്തുന്നത്. സൈനികർക്കല്ലേ അനുവാദം കൊടുത്തിരിക്കുന്നത്. പോരാ, ബൈത്തുൽ മഖ്ദിസിന്റെ പവിത്രധന്യമായ മണ്ണിൽ ചെറിയ ചെറുപ്പക്കാരായ മുസ്ലിം കുട്ടികളെ അടക്കം ജൂതപ്പിശാചുക്കള് സൈനികരെ വിട്ടിട്ട് നരകയാതന അനുഭവിപ്പിക്കുകയല്ലേ, അടിച്ച് തള്ളിയിടുകയാണ്. ചോദിക്കുമ്പോ കല്ലെറിയുന്നു എന്ന് വല്ലാത്ത ഇല്ലാത്ത കുറ്റം പറയുകയാണ്. തലമുറ നശിപ്പിക്കുകയാണ്. അവര് നരകത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു വിഭാഗം ആരാണറിയോ? പ്രിയപ്പെട്ട പെങ്ങളെ, ആ നരകത്തിന്റെ ടീമിൽ പെട്ടുപോകണ്ട. വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റൂസുഹുന്ന കാസിനിമത്തിൽ ബുഖ്തിൽ മായിലാ. വനിസാഉൻ സഹോദരിമാരാണ്. എന്നെ സഹോദരിമാരെ ഞാൻ കുറ്റം പറഞ്ഞു എന്ന് പറയണ്ട. ഉപ്പമാര് ശ്രദ്ധിക്കണം, ഭർത്താക്കന്മാര് ശ്രദ്ധിക്കണം. ഞാൻ അതിനാണിത് പറയുന്നത്. കാസിയാത്തുൻ ഉടയാടകൾ ധരിച്ചവരാണ്. ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. ആരിയാത്തുൻ നഗ്നകളാണ്. ഈ ഹദീസ് വിശദീകരിച്ചു അല്ലാമ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു 3 രൂപത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. നഗ്നകളാണ് എന്നും വസ്ത്രം ധരിച്ചവരെന്നും എങ്ങനെ 2 പറയാ? ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് ധരിച്ചിട്ടുണ്ട്, ബാക്കി ധരിച്ചിട്ടില്ല. അപ്പൊ ധരിച്ചവരാന്നും പറയാം, ധരിക്കാത്തവരാന്നും പറയാം. ധരിച്ചോ എന്ന് ചോദിച്ചാൽ ധരിച്ചിട്ടുണ്ട്, പക്ഷെ ധരിക്കാതിരിക്കലാണ് നല്ല. കാരണം ധരിച്ചതിലൂടെ എല്ലാം കാണുന്നുണ്ട്.
അങ്ങനെ ഒരു വിഭാഗം. മൂന്നാമത്തൊരു വിഭാഗമോ ചിലപ്പോഴൊക്കെ ഇങ്ങനെ തലയിലേക്ക് വലിച്ചിടുന്നുണ്ട്, പിന്നെ അങ്ങനെ താഴോട്ടും പോകുന്ന ഒരു സ്പ്രിംഗ് ആക്ഷന്റെ തട്ടമാണ്. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, എത്ര കാലമായി നമ്മൾ ഈ ഹദീസ് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും എത്ര ആളുകൾ ബൈക്കിന്റെ മുകളിൽ സ്വന്തം മക്കളെയും ഭാര്യയെയും ഒന്ന് കഴുത്തു മറക്കാതെ കൊണ്ടുപോകുന്ന ശീലം എത്ര, കാത് മറക്കാതെ. ജാഹിലിയത്തിന്റെ തനി സംസ്കാരമല്ലേ അത്? മക്കനയിടുന്ന പെങ്ങളോട് മകളോട് ഊരി വെച്ച് ഷാലിട്ട് വരാൻ പറയുന്നവരില്ലേ നമ്മുടെ കൂട്ടത്തില്? കല്യാണാലോചന വരുമ്പോ മുസ്ലിങ്ങളോട് ഒന്ന് ചോദിക്കും, ഇവിടെ നാട്ടിൽ ഇന്ന കുട്ടിനെ നമ്മള് കല്യാണം ആലോചിക്കും, നിങ്ങളുടെ അഭിപ്രായം എന്താ? അപ്പൊ ഉസ്താദ് പറയും, ആ കുട്ടി +2 വരെ ഇവിടെ പഠിച്ച് നമ്മളടുത്ത് പഠിച്ചാണ്, സ്കൂൾ പോകണൊക്കെ നമ്മളെ മുന്നിൽ കൂടെ നമ്മൾ കാണുന്നതാണ്, ശരിക്കും മറിച്ചിട്ടാ പോകല്. അപ്പൊ ഇവന്റെ പായവരുണ്ടാവും, ആ നമ്മക്കും അങ്ങനെ തന്നെ വേണ്ടത്. അതെന്തിനാ അപ്പ ഹംക്ക് പറയുന്നത് അറിയോ? കല്യാണം ശരിയാകാനാ. ഞാൻ അവനെ പറ്റി അങ്ങനെ പറയാനേ ഉദ്ദേശിക്കുന്നു. കല്യാണം ശരിയാകാൻ ഇഖ്ലാസോടല്ല. എന്താ അതിന്റെ അർത്ഥം? ഒന്നാമത്തെ ദിവസം അവൻ തോലയിച്ചില്ലേ ഈ പെൺകുട്ടിയുടെ നഗ്നമായ ശരീരത്തോടുകൂടെയല്ലേ പ്രദർശിപ്പിച്ചു കൊണ്ടുപോകുന്നതും വരുന്നതും. അക്കല്യാണത്തിൽ നടക്കപ്പെടുന്ന ഏറ്റവും വലിയ ഹറാമാണത്. സുബ്ഹാന ജല്ല ജലാലുഹു ആ പെണ്ണിന്റെ ശരീരത്തിൽ ധരിപ്പിച്ചത് ടീഷർട്ടാണ്. ബാക്കിയുള്ളിടത്തൊക്കെ എന്തൊക്കെയോ ഒരു മീൻ കോരുന്ന വല തേച്ച് വെച്ചിട്ടുണ്ട്. ഇവനാരാണിത് ഹലാലാക്കി കൊടുത്തത്? ഏത് ആലിമാണിത് അനുവാദമാണെന്ന് പറഞ്ഞത്? അന്നത്തെ ഒരു മണിക്കൂർ കുഴപ്പമില്ലെന്ന് വിധി എഴുതി തന്നതാരാണ്? സഹോദരന്മാരെ, ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. 10 ലക്ഷം ചെലവിൽ ഒരു കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ ആ കല്യാണത്തിന്റെ മുഹൂർത്തമായി നടക്കുന്ന നിക്കാഹും കഴിഞ്ഞ് പെൺകുട്ടി ഇറങ്ങിപ്പോകുമ്പോ അല്ലാഹ് പൊരുത്തപ്പെട്ട മാർഗമാകണ്ടേ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ ഇറങ്ങിപ്പോയിട്ടില്ലേ? വീട്ടിൽ നിന്ന് ശരീരത്തിന്റെ അവയവങ്ങൾ വെളിവാക്കിയിട്ടുണ്ടോ? സൈനബി ബീവി റളിയല്ലാഹു അൻഹ അബുല്ലാസിന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടില്ലേ? കല്യാണം നടന്നിട്ടില്ലേ? പൂർണ്ണ മറകളിലല്ലയോ? 7ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് 9ാമത്തെ വയസ്സിൽ മുത്തുനബി തങ്ങൾ വീട് കൂടിയ അതീവ സൗന്ദര്യത്തിന്റെ പ്രതീകമായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹിജാബോട് കൂടെയല്ലേ ആ സമയത്തും നടന്നത്? കുഞ്ഞിളം പ്രായമല്ലയോ? കുട്ടിക്കാലമല്ലയോ? 16ന്റെ 17ന്റെ 18ന്റെ പകിട്ടാർന്ന സമയത്ത് ഒരു കുട്ടിയുടെ വിശേഷണങ്ങളൊക്കെ ചോദിച്ച് കല്യാണത്തിന്റെ അന്ന് തന്നെ നീ വാങ്ങുന്ന 5000ന്റെ ഉടയാടകള് തീർത്തും അനിസ്ലാമികമായാൽ നഗ്നത മറക്കാത്ത പെണ്ണിനെ സൃഷ്ടിക്കുന്നവനാരാ? ചെറുപ്പക്കാരാ, ഒന്ന് ചിന്തിക്കൂ. ഉപ്പമാരെ, ഒന്ന് ആലോചിക്കൂ. ഇതിനാണോ നമ്മുടെ വൈവാഹിക ഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്? അല്ലാഹ് ബറക്കത്ത് തരുമോ? അല്ലാഹ് ഐശ്വര്യം തരുമോ? അല്ലാഹ് കബൂലാക്കുമോ? എനിക്കും അങ്ങനെ ഒരു കല്യാണം നടന്നിട്ടുണ്ട്. പക്ഷേ എന്റെ ബാപ്പ എന്റെ കാര്യത്തിൽ മാത്രമല്ല, എന്റെ പെങ്ങന്മാരെ കാര്യത്തിൽ കാർക്കശ്യബോധമുള്ളവരാണ്. അതേ, ശരിയായ നിലക്കുള്ള പർദ്ദയും ശരിയായ നിലക്കുള്ള മക്കനെയും ശരിയായ നിലക്കുള്ള മറവും കൂടാതെ ഒരൊറ്റ പെണ്ണിനെയും ഇറക്കി വിടാൻ സമ്മതം നൽകിയിട്ടില്ല. കൊണ്ടുവന്ന സാരി പോലും മടക്കി തിരിച്ചേച്ചിട്ടുണ്ട്. ആ ആർജവബോധം എന്റെ രക്ഷിതാക്കൾക്ക് വേണം, എന്റെ ഉമ്മമാർക്ക് വേണം. അല്ലാഹ് ചോദിക്കൂലാന്ന് കരുതല്ലേ, അല്ലാഹ് അറിയൂലാന്ന് കരുതല്ലേ. ഇത് തീർത്തും നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലയോ? അവിടുത്തെ ദർശനം കയ്യൊഴിഞ്ഞതല്ലേ നമ്മള്? ഈ പാശ്ചാത്യൻ സംസ്കാരം ആരാ നമ്മെ പഠിപ്പിച്ചത്? ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ പകിട്ടാർന്ന ഭാഗങ്ങൾ മുഴുവനും വെളിവാക്കി. അന്ന് വരെ കൈമുട്ടി കാണിക്കാത്ത പെണ്ണ്, അന്ന് വരെ തോളങ്കൈന്റെ തുടക്കം കാണിക്കാത്ത പെണ്ണ്, അന്ന് വരെ ഊരക്കെട്ട് കാണിക്കാത്ത പെണ്ണ്, അന്ന് വരെ കഴുത്ത് കാണിക്കാത്ത പെണ്ണ്, അന്ന് വരെ കാത് കാണിക്കാത്ത പെണ്ണ്. ആ പെണ്ണെന്ത് പഴച്ചു? സഹോദരാ, പിഴച്ചത് നിനക്കല്ലയോ? ആ പെണ്ണിന്റെ ബാപ്പക്കല്ലയോ? ആ പെണ്ണിന്റെ ഉമ്മക്കല്ലയോ? നിന്റെ ഉമ്മക്കും ബാപ്പക്കുമല്ലയോ? കൃത്യമാർന്ന രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഒരു നിലക്കും അനുവദിക്കപ്പെടാത്ത സ്വഭാവമാണിത്.
നിസാഉൻ കാസിയാത്തുൻ നാരിയാത്ത്. കോളേജിലേക്ക് പോകുന്ന പെൺകുട്ടികളോട് പറയട്ടെ, നിങ്ങൾ +2 പോയാലും ശരി, SSLCക്ക് പോയാലും ശരി, ഡിഗ്രിക്ക് പോയാലും ശരി, ഷാളിട്ടേ ഈ സ്ഥാപനത്തിലേക്ക് കയറ്റൂ എന്ന് നമ്മുടെ നാട്ടിൽ നിയമമില്ല കേട്ടോ. നമ്മുടെ സഹോദരിമാര് ഫ്രാൻസിൽ പഠിക്കുന്നത്, അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അവിടെ ശിരോവസ്ത്രം നിരോധിച്ചിട്ടുണ്ട്. അവനവന്റെ വീട്ടില് ചുറ്റുഭാഗത്തുമുള്ള പെൺകുട്ടികൾ ഒരുമിച്ചുകൂടി ട്യൂഷൻ നടത്തിയിട്ടാണ് അവർ വിദ്യാഭ്യാസം നേടുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോ ശിരോവസ്ത്രം നയിച്ചു വെച്ച് കയറണമെന്ന് സർക്കാർ അവിടെ പാസാക്കി പോയി. നല്ല നിലക്ക് നടക്കാനുള്ള നിയമം തന്ന, അവധി തന്ന, അനുവാദം തന്ന നാട്ടില് ജീവിച്ചിട്ടും തല മറക്കാതെ പോയാൽ, മാറ് മറക്കാതെ പോയാൽ പഠനം ഹലാലാകുമോ? ഇപ്പഠനം ഹറാമാകുമോ? ജയിച്ചിട്ട് നിങ്ങൾക്ക് 1 ലക്ഷം ശമ്പളം കിട്ടിയാലും ശരി, 2 ലക്ഷം ശമ്പളം കിട്ടിയാലും ശരി, പോകുന്ന 2 കൊല്ലം, പോകുന്ന 3 കൊല്ലം മറുപടി പറയേണ്ടവരാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരുടെ ഈമാൻ എന്താണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തന്നെ ഞാൻ ഉദാഹരണം പറയട്ടെ. ഉമ്മമാരെ, ഞാൻ ഈ വിഷയം കാർക്കശ്യമായി പറയുമ്പോ നാളെ ആഖിറത്തിൽ നിങ്ങളെ സലാമത്ത് വിചാരിച്ച് പറയുകയാണ്. നിങ്ങളെ പെങ്ങന്മാര് സഹോദരിമാരെ പോലെ ഭാഷയിൽ കേട്ടാൽ മതി. റബ്ബിന്റെ മുന്നിലെത്തിയിട്ട് നരകത്തിൽ പോകേണ്ട ഗതികേട് വരരുത്. മുത്തുനബി തങ്ങൾ കണ്ടിട്ടില്ലാത്ത സ്ത്രീകൾ എന്ന് പറഞ്ഞതിന് നമ്മൾ മെമ്പർഷിപ്പ് എടുക്കരുത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ എത്ര ചുറുക്കുള്ള പെണ്ണാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അവിടുത്തെ രൂപം കാണിച്ചു കൊടുത്തില്ലേ നബി തങ്ങൾക്ക് കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ്? ഹാദിഹി സൗജതുക ഫിദ്ദുനിയാ വൽആഖിറ. നബിയെ, തങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന പെണ്ണാണ്. ഇത് ദുനിയാവിൽ മാത്രമുള്ള ഭാര്യയല്ല, നാളെ സ്വർഗത്തിലുമുള്ള ഭാര്യയാണ്. ആ ശരീരം സൗന്ദര്യമുള്ള മഹദി വിശുദ്ധമായ ഹജ്ജിന് മക്കയിൽ വന്നു. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം മുസ്ലിം തങ്ങൾ കൊണ്ടുവന്ന ഹദീസാണ്. നബി തങ്ങൾ പറയുന്നു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, മറ്റു ഭാര്യമാരോടൊപ്പം ഞാൻ ഹജ്ജിന് പോയി. പക്ഷേ മക്കയിലെത്തിയപ്പോൾ എനിക്ക് മെൻസസ് ആയി, എനിക്ക് ഹൈദ് വന്നു. ഹൈദുള്ള സമയത്ത് തവാഫ് ചെയ്യാൻ പറ്റൂലല്ലോ. ബാക്കി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് വിരോധമില്ല, തവാഫ് പിന്തിക്കേണ്ടി വരും. എന്റെ കൂടെയുള്ള മറ്റു ഭാര്യമാര് തവാഫ് ചെയ്യുമ്പോ സങ്കടം കൊണ്ട് ഞാൻ കരഞ്ഞുപോയി. എന്റെ അടുത്തേക്ക് നബി തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ആയിഷ, ഇത് നിങ്ങൾക്ക് മാത്രം അല്ലാഹു തന്നതല്ലല്ലോ, ആദം നബി അലൈഹിസ്സലാമിന്റെ സർവ്വ പെൺമക്കൾക്കും തന്നൊരു വിഷയമല്ലേ. അതുകൊണ്ട് തവാഫിനെ നിങ്ങൾ പിന്തിക്കുക, ത്വഹാറത്തിന് ശേഷം ചെയ്യുക, ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്തോളൂ. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ത്വഹാറത്തിന് ശേഷം തവാഫും ചെയ്ത് ഹജ്ജ് കഴിഞ്ഞു. അങ്ങനെ പിരിയാൻ പോകുന്ന സമയത്ത്, ഹജ്ജ് കഴിഞ്ഞാൽ വന്നുകൂടേണ്ട ഒരു സ്ഥലമുണ്ട്, വാദി മുഹസ്സബ്. മിനയുടെ ഭാഗത്തായി ഒത്തൊരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമുണ്ട്. വിദാഇന്റെ തവാഫും കഴിഞ്ഞിട്ട് തിരിച്ചു പോരുമ്പോ വാദി മുഹസ്സബിലെത്തിയപ്പോ മഹദി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരാഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരുമോ? എന്താണ് ആയിഷ? ഞങ്ങളുടെ കൂടെയുള്ള മറ്റു ഭാര്യമാരൊക്കെ ഒരു ഹജ്ജും ഒരു ഉംറയും വെവ്വേറെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഹജ്ജും ഉംറയും ഒക്കെ കൂടി ഒരുമിച്ചാ ചെയ്തത്. ഒരു ഉംറയും വേറൊന്ന് ചെയ്യണം, താല്പര്യമുണ്ട് നബിയേ, സമ്മതം തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പൊയ്ക്കോളൂ. കൂടെ നിങ്ങൾ സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിക്കോളൂ. ഒറ്റക്ക് പോകാൻ പറ്റൂല. സുന്നത്തായ ഉംറക്ക് ഏത് വിവരമുള്ള അമീർ വിളിച്ചാലും നിങ്ങൾ മഹറമില്ലാതെ പോയിക്കൂടാ, ഭർത്താവില്ലാതെ പോയിക്കൂടാ. സുന്നത്തായ ഹജ്ജിന്, സുന്നത്തായ ഉംറക്ക് പോകണമെങ്കിൽ ഗ്രൂപ്പിലുള്ള പെണ്ണുങ്ങൾ പോരാ, ഒരു മഹറമായ പുരുഷനോ ഭർത്താവോ നിർബന്ധമാണ്. അല്ലാതെ പോകുന്ന യാത്ര അല്ലാഹു പൊരുത്തപ്പെടൂല. ഏത് കച്ചവട കണ്ണുള്ള അമീർ പറഞ്ഞാലും ശരി, ഈ മസ്അലയിൽ തിരുത്തില്ല സഹോദരിമാരെ.
പെണ്ണുങ്ങൾ നിങ്ങൾ പോന്നോളി, അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉസ്താദിനോടൊന്ന് ചോദിക്കട്ടെ, നമ്മളെ പള്ളിയിലുണ്ട് ഉസ്താദ്, ഉസ്താദിനോടൊന്ന് ചോദിക്കട്ടെ, ഉസ്താദ് ഇങ്ങനെ മസാലൊക്കെ നോക്കിയിട്ട് ശരിയാന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുന്നേരാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആളെ നോക്കിയോളി. ആർജവത്വത്തോടെ പറയാം. എന്തിനാ പേടിക്കണ്ടേ? ഉംറക്ക് പോകാൻ വല്ല തടസ്സമുണ്ട് കാലത്ത്? അല്ലെങ്കിൽ വല്ല പ്രയാസം? അത് കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ, വിശ്വസ്തരായ പെണ്ണുങ്ങൾ മതി, ഫർദിനത് മതി, സുന്നത്തിനത് പോലെ. ഫർലായ ഉംറക്ക് അവർ പെണ്ണുപോകുന്നത് മഹറും ആണെന്നില്ല, ഗ്രൂപ്പിൽ വിശ്വസ്തരായ പെണ്ണുങ്ങൾ ഉണ്ടായാൽ മതി. ഫർലായ ഉംറക്കാണെങ്കിൽ ഫർലായ ഹജ്ജിനാണെങ്കിൽ മഹറമ് തന്നെ വേണമെന്നില്ല, ഭർത്താവ് തന്നെ വേണമെന്നില്ല. സുന്നത്തായ ഉംറക്കത് പോരാ, സുന്നത്തായ ഹജ്ജിനും അത് പോരാ. എന്താ തെളിവ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇനി ചെയ്യാൻ പോകുന്ന ഉംറ സുന്നത്തായ ഉംറയാണ്. ആയിഷ ബീവിക്ക് മക്ക അറിയില്ലേ? മക്കയിലെ റൂട്ട് അറിയില്ലേ? മക്കയിൽ ജനിച്ചു വളർന്ന മഹദിയല്ലേ? മക്കയിൽ എല്ലാ റൂട്ടും അറിയില്ലേ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹോദരനെയും കൂട്ടിപ്പോയിക്കോളൂ. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിപ്പോയി തൻഈമിൽ പോയി ഉംറക്ക് ഇഹ്റാം ചെയ്തു. ഇന്നും അവിടെ മസ്ജിദ് ആയിഷ എന്നൊരു പള്ളിയുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇഹ്റാം ചെയ്ത സ്ഥലത്താണ് പേരിൽ പള്ളി വന്നത്. അവിടെ വെച്ച് ഇഹ്റാം ചെയ്തിട്ട് ഉംറ നിർവഹിച്ച് തിരിച്ചു വന്നു. ഒരേ വാഹനത്തിലാണ്. സഹോദരൻ റളിയല്ലാഹു അൻഹു അത് കേട്ടപ്പോ പറഞ്ഞു, അസ്മാഅേ അഹ്ലൽ ജംഈ, ഓ പരലോകത്ത് ഒരുമിച്ച് കൂടിയ മുഅ്മിനുകളെ, നിങ്ങൾ അയാളോട് കൂടുതൽ ഇടവേക്ക് സംസാരിക്കണ്ട, നിങ്ങൾ അങ്ങോട്ട് മാറിക്കോട്ടെ, നിങ്ങളോട് ഉണർത്തി തരാൻ വേണ്ടി പറഞ്ഞതാണ്. അയാളെ സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരെ പറ്റിയില്ല. അയാൾ പെണ്ണിന്റെ ശരീരത്തെ വർണ്ണിച്ചിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു, പെണ്ണിങ്ങനെ മുന്നിട്ട് വരുമ്പോ 4 മുന്നിട്ട് വരും, 8 പിരിഞ്ഞു പോകും. അത് പെണ്ണിന്റെ ശരീരത്തിന്റെ ആകൃതി വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞ അസംസാരം കേട്ടിട്ട് പോലും ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഒറ്റൊന്ന് സംസാരിക്കരുത്, മാറി നിൽക്കുന്നു. അയാളോട് പെട്ടെന്ന് സംസാരിച്ച് അയാളെ പിരിച്ചുവിട്ടു. സംസാരത്തിന്റെ ചുവ പോലും ശരിയാകാത്തത്. അതൊരു അന്യപുരുഷനാണ്. ഇപ്പൊ ഫാമിലി ടൂർ വേറൊരു ടൂറാണ്. സ്ത്രീകൾ ടൂറിന് നേതൃത്വമായിട്ട് ഒരാള് എല്ലാ നാടും കാണിക്കാൻ. ആ അന്യ സ്ത്രീയുടെ അന്യപുരുഷന്റെ കൂടെ എത്ര സഹോദരിമാരാ ബസ്സിലുണ്ടെങ്കിലും ഉമ്മമാരെ നമ്മൾ കാര്യം മനസ്സിലാക്കണം. അയാൾക്ക് ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ, ഏതെങ്കിലും ഒരു വാക്കിൽ നമ്മുടെ സമ്പർക്കമോ, നമ്മുടെ പ്രതികരണമോ, നമ്മുടെ സംസാരമോ, നമ്മുടെ ആംഗ്യങ്ങളോ, നമ്മുടെ നോട്ടമോ അയാളെ കൽബിൽ, അയാളെ മനസ്സിൽ ഒരു ചെറിയ ശൈഥില്യത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള അനാവശ്യത്തിന്റെ ചിറക് മുളപ്പിക്കാൻ കാരണമായാൽ അതും കടുത്ത തെറ്റാണ്. അത്തർ പുരട്ടി പോകുന്ന പെണ്ണിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സാനിയ എന്ന് പറഞ്ഞില്ലേ? കിടപ്പറയിൽ പെണ്ണ് അത്തർ പുരട്ടണം, അത് സുന്നത്താണ്. നിസ്കരിക്കുമ്പോ അത്തർ പുരട്ടണം, അത് സുന്നത്താണ്. നിസ്കാര കുപ്പായത്തിൽ നിസ്കരിക്കുന്ന സ്ഥലത്തും ഖുർആൻ ഓതുന്ന പെണ്ണ് വീട്ടിൽ അത്തർ പുരട്ടണം. വസ്ത്രം ഓരോ ദിവസവും കുളിച്ചു മാറുമ്പോ അത്തർ പുരട്ടണം, ഇതൊക്കെ സുന്നത്താണ്. വീട്ടിന്റെ ഉള്ളിൽ പരിപാടികൾ നടക്കുന്നതിനൊക്കെ അത്തർ പുരട്ടണം. ഭർത്താവിന്റെ കൂടെ ഒരു വാഹനത്തിൽ പോകാൻ അപ്പോഴും അത്തർ പുരട്ടാൻ കുഴപ്പമൊന്നുമില്ല, അവിടെ വേറെ ആരുമില്ലല്ലോ. അതേ സമയത്ത് ബസ്സിലും മറ്റും അങ്ങാടിയിലേക്കൊക്കെ പോകുന്ന പെണ്ണ്, ആ പെണ്ണെ അത്തർ തേച്ചിട്ട് ആ പെണ്ണിന്റെ അത്തർ മണത്തിട്ട് ആരെങ്കിലൊക്കെ ഒന്നിങ്ങനെ അത്തറിന് എങ്ങനെ ഉണ്ടെങ്കിൽ എന്ന പരുവം വന്നാൽ പോലും ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ചു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നെയാണോ സഹോദരിമാരെ ഈ സ്ത്രീകളൊന്നായിട്ട് ഒരുമിച്ചുകൂടി പുരുഷന്മാര് കൊണ്ടുപോയി കയറ്റിക്കൊടുക്കുകയാണ്. അവര് പിന്നെ തിരിച്ചു വരുമ്പോഴാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ 4 ആളുകളുണ്ട്, ഒരൊറ്റ പെണ്ണിന്റെയും മെഹറമല്ല. അവരുടെ ഭാര്യ യാത്രയിലില്ല. ഈ യാത്രയുടെ കമാൻഡർമാരായി വർക്ക് ചെയ്യുന്നവരുടെ ഭാര്യയോ മറ്റോ ആരും ഇല്ല. ഉണ്ടെങ്കിലും ഭർത്താക്കന്മാര് ശരിക്കും ശ്രദ്ധിക്കണം. ഉംറക്ക് പോകുമ്പോൾ വരെ നിബന്ധന എങ്ങനെ വെച്ചെങ്കിൽ സുന്നത്തായ ഒരു അമലല്ലേ. സിയാറത്തിന് പോകുന്ന പെണ്ണിന് ഒരുപാട് നിബന്ധന. സ്വന്തമായിട്ട് കൂടെ ആളും മഹറമൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി നിബന്ധനകൾ പാലിച്ചിട്ടേ ഒരു പെണ്ണ് ഒരു മസാർ സിയാറത്തിന് പോകാൻ പറ്റും. ഒറ്റക്ക് ഇവിടുന്ന് വാഹനത്തിൽ കയറി മുക്കത്തെത്തി അവിടുന്ന് ഒറ്റക്ക് പിന്നെ മടവൂരെത്തി സിയാറത്തിന് പോകാൻ പറ്റൂല. ആ ബസ്സിൽ കുറെ ആൾക്കാരില്ല, പോരാ.
ഇസ്ലാം എന്തിനാ നിയമം വെച്ചത്? നിബിധങ്ങൾ എന്തിനാ അത് പറഞ്ഞത്? അതാ പെണ്ണിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. ഒരിക്കലും കേടുവരാത്ത നിയമമാണ്. ആ നിയമത്തെ ചികഞ്ഞ ഒരാൾ നോക്കിയാൽ പരിശുദ്ധിയുടെ മുഖമല്ലാതെ മറ്റൊന്നിൽ കാണൂല. ആ പെണ്ണിന്റെ ശരീരത്തിന് പൂർണ്ണാർത്ഥത്തിൽ പരിശുദ്ധി. ഒരിക്കലും ആ പെണ്ണെന്ന് പറയുന്ന സമൂഹത്തിന്റെ വളരെ ഹൃദയഭാഗമായ ആ മുതൽ കേടുവരാൻ പാടില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനാണ് മുഴുവനും സഹോദരിമാരോട് മാത്രമല്ല ഞാൻ ഈ പറയുന്നത്. ഉപ്പമാര് ശരിക്കും ശ്രദ്ധിക്കണം. നമ്മളെ നോക്കിക്കണ്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാലേ കൂട്ടി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് മാറിയേക്കരുത്. നമ്മൾ ആ നിയമത്തിന്റെ മുന്നിൽ ഉറച്ചു നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പിൻപറ്റുന്നതിൽ നിന്ന് നമ്മൾ മാറിപ്പോകാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചെന്നതും അങ്ങനെയല്ലേ? ഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനാ. അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. വേറൊരാളെ മാതൃകയും ആവശ്യമില്ല. ആ മാതൃക സ്വഹാബത്ത് പഠിപ്പിച്ചു. സ്വഹാബത്ത് പഠിപ്പിച്ചത് ഇമാമുകളും അവരെ പിൻപറ്റിയവരും പഠിപ്പിച്ചു. മാതൃകക്ക് മാറ്റമില്ല. ആർക്കാണ് ഉത്തമ മാതൃക? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അതേ, അല്ലാഹുവിലും പരലോകത്തും വിശ്വസിക്കുന്ന ആളുകൾ. നമ്മളൊക്കെ മുഅ്മിനുകളല്ലേ? വദക്കറല്ലാഹ കസീറാ. 5 വക്തും അല്ലാഹുവിനെ നിസ്കരിക്കുന്ന, കൂടുതൽ ദിക്ർ ചൊല്ലുന്ന മുഅ്മിനുകൾ, അവർക്ക് ഉത്തമ മാതൃകയുണ്ട്. എല്ലാ വിഷയത്തിലും തങ്ങളുടെ വഴി സ്വീകരിക്കണം. സ്വഭാവത്തിൽ പ്രത്യേകിച്ചും അവിടുത്തെ വഴി സ്വീകരിക്കണം. എന്നാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. ഏത് കാലത്തും വിജയിക്കാൻ പറ്റും. ഞാനൊരു ഹദീസ് വായിക്കട്ടെ. തുടക്കത്തിൽ വായിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി. 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറാ. അല്ലാഹു തആല എളുപ്പ വിചാരണ നടത്തും. ഒരു നിലക്കും കഷ്ടപ്പെടുത്തൂല. വിചാരണ പെട്ടെന്ന് സുഗമമായിട്ട് കഴിയും. നമ്മൾ എയർപോർട്ടിൽ നമ്മളെ പാസ്പോർട്ടിട്ട് ആദ്യം പോകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എമിഗ്രേഷനോ ക്ലിയറൻസോ കഴിഞ്ഞ് പെട്ടെന്ന് മുന്നോട്ട് നീങ്ങിയാൽ നമ്മൾ ഫോം വിളിച്ചിട്ട് എന്താ പറയാ, ഒക്കെ കഴിഞ്ഞു, ഈ വിമാനത്തിൽ കയറിയാൽ മതി. ഒരു പ്രയാസം ഒരു സ്ഥലത്തുണ്ടായില്ല. ആവേശത്തോടെ വിളിച്ചു പറയാണ് കൂട്ടുകാരോടും കുടുംബക്കാരോടും, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, വിമാനം ഇങ്ങനെ കാണുന്നുണ്ട്, ഇനി അങ്ങോട്ട് വരിക എന്നുള്ളൊരു അനൗൺസ്മെന്റ് കിട്ടിയാൽ മതി, പോകാനേ ഉള്ളൂ. അതേ സമയത്ത് ഫസ്റ്റ് പോക്കിൽ തന്നെ ഒരാളെ കുറെ സമയം അവിടെ നിന്ന് അയാളെ ചെപ്പക്കം, നിങ്ങൾ പാസ്പോർട്ട് എങ്ങനെ എടുത്തതാ, ഇത് ശരിയായിട്ടില്ലല്ലോ, നിങ്ങളെ പിൻകോഡ് ഏതാ, നിങ്ങളെ വയ്യതാ, കുറെ ചോദിക്കുമ്പോഴേക്ക് ഇയാൾ ബേജാറായി. ഇയാൾ ഇങ്ങനെ കുറെ നേരം ഇയാൾ മറുപടി ഇങ്ങനെ പറഞ്ഞു. ഒരു 1/4 മണിക്കൂർ അവിടെ ഇങ്ങനെ തട്ടിത്തിരിയുമ്പോൾ അയാൾക്കൊരു സാഹസത്രുണ്ട്. എന്നാ പരലോകത്തെ ഹിസാബ് അങ്ങനല്ല. ഹിസാബിലെങ്ങാനും കടുത്ത ചോദ്യം വന്നു കഴിഞ്ഞാൽ ഹലക്ക, അവൻ കുടുങ്ങിയെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹിസാബിന് വിചാരണയിൽ ആഴ്ന്നിറങ്ങിയ ചോദ്യം വന്നാൽ, ഓരോന്നിന്റെയും പിന്നാലെ ചോദ്യം വന്നാൽ കുടുങ്ങി. രക്ഷപ്പെടാൻ പഴുതുകൾ അന്വേഷിക്കാൻ, ചെറിയ പഴുതെന്നല്ല വലിയ പഴുതുകൾ അന്വേഷിക്കാൻ. അവിടെ എളുപ്പ വിചാരണ നടന്ന് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കും 3 കാര്യങ്ങൾ ഉണ്ടായാൽ, സഹാബത്ത് ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ്, 3 കാര്യങ്ങളുള്ള ആള് ആരാണ്? എന്താണ് ആ 3 കാര്യങ്ങൾ? കാലത്തങ്ങൾ പറഞ്ഞു, തുഴ്തീമൻ ഹറമക്, തുഴ്തീമൻ ഹറമക്. ഈ 3 എണ്ണവും ഉത്തമ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ്. തങ്ങൾ ഈ പഠിപ്പിക്കുന്നത് ഏത് കാലത്തും സ്വർഗത്തിൽ പോകാൻ പറ്റിയ കാര്യമാണ്. തുഴ്തീമൻ ഹറമക്, നിന്നോട് തടഞ്ഞവർക്ക് നീ നൽകണം. നിന്നോട് തടഞ്ഞവരാണ് നിനക്ക് തടഞ്ഞവരാണ്. നീ പറഞ്ഞത് കേൾക്കാത്തവരാണ്. നീ ചോദിച്ചപ്പോ നിനക്ക് സപ്പോർട്ട് ചെയ്യാത്തവരാണ്. അവർക്കൊരു ആവശ്യം വന്നപ്പോ നീ എവിടെ പിടിച്ചു വെച്ചുകൂടാ, കൊടുക്കണം. 3 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭക്ഷണം കൊടുക്കാതെ ബഹിഷ്കരിച്ചുകൊണ്ട് ശൈബ് അബീ ത്വാലിബിന് മക്കക്കാര് താമസിപ്പിച്ചില്ലയോ? ആ മക്കക്കാരെ ഭക്ഷണം മുടക്കുന്ന ഒരു രംഗമുണ്ടായി. സുമാമത്ത് ബിൻ ഉസാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച രംഗം. സുമാമത്ത് ബിൻ ഉസാൽ ഉംറക്ക് പോകുന്ന വഴിയിലാണ് സ്വഹാബത്ത് സുമാമയെ കൂട്ടിക്കൊണ്ടുവരുന്നത്. കാരണം സുമാമക്കൊരു പണി ഉണ്ടായിരുന്നു, കിട്ടുന്നിടത്ത് വെച്ച് സ്വഹാബത്തിനെ കൊല്ലുക. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് എവിടെയാണോ കാണുന്നത് അവിടെ വെച്ച് ശരിയാക്കുക.
അങ്ങനെ സുമാമയെ കിട്ടിയപ്പോ സുമാമ ഇങ്ങനെ ഒരു ഉപദ്രവകാരിയല്ലേ. സുമാമ എന്ന ചെറുപ്പക്കാരൻ നബി തങ്ങളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മദീനത്തെ പള്ളിയിലേക്ക്. 3 ദിവസം അവിടെ ബന്ദിയാക്കി. പലരും വിചാരിക്കുന്നത് സുമാമയെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികാരം നബി തങ്ങൾ ചെയ്യാതിരിക്കൂലാണ്. സുമാമയോട് ചോദിച്ചു എന്താ വേണ്ടത്? സുമാമ പറഞ്ഞു, നിങ്ങൾക്ക് കൊല്ലണമെങ്കിൽ എന്നെ കൊല്ലാം, കാരണം ഞാൻ നല്ല രക്തത്തിളപ്പുള്ള ആളാണ്. പണമാണോ ആവശ്യം? എനിക്ക് എന്റെ നാട്ടിൽ ഒരുപാട് പണമുണ്ട്, വേണമെങ്കിൽ തന്നേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അഭിപ്രായങ്ങളൊക്കെ കേട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സുമാമയെ കെട്ടയിച്ച് വിട്ടാൽ പോയിക്കോട്ടെ. 3 ദിവസം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹമസരണമായ സ്വഭാവവും അതുല്യമായ പെരുമാറ്റവും കണ്ട സുമാമ വിട്ടോളി പോയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ നേരെ പോയത് തൊട്ടപ്പുറത്തുള്ള തോട്ടത്തിലെ കുളത്തിലേക്കാണ്. കുളിച്ച് ഫ്രഷായിട്ട് നേരെ നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് സത്യസാക്ഷ്യ വചനം ചൊല്ലിയിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാനിവിടെ വന്ന 3 ദിവസം താമസിച്ചതിൽ നേരത്തെ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം തങ്ങളുടെ മുഖമാണെങ്കിൽ ഇന്നെനിക്ക് ഏറ്റവും ഹുബ്ബുള്ളത് തങ്ങളാണ്. എനിക്കേറ്റവും കേൾക്കാൻ വെറുപ്പുള്ള നാട് മദീനയായിരുന്നു. ഇന്നെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് മദീനയാണ്. കണ്ടാൽ എനിക്ക് ഏറ്റവും ദേഷ്യം വന്നിരുന്നത് തങ്ങളുടെ അനുയായികളായ ഈ അനുചരന്മാരെയാണ്. പക്ഷേ അവരെ പോലെ നല്ലവര് അള്ളാന്റെ ഭൂമി ലോകത്ത് വേറെ ഇല്ലല്ലോ. തടവുപുള്ളിയായ ഞാൻ, പലരുടെയും ജേഷ്ഠാനുജന്മാരെ നിർദാക്ഷിണ്യം കൊന്ന ഞാൻ, എനിക്കവരല്ലേ ഭക്ഷണം വിളമ്പി തരുന്നത്, എനിക്കവരല്ലേ പായ വിരിച്ചു തരുന്നത്, അവരല്ലേ വെള്ളം കൊണ്ടുതരുന്നത്. ഇവരുടെ മാനുഷികമായ സ്വഭാവങ്ങളുടെ ഉത്തമമായ മൂല്യങ്ങൾ കണ്ടപ്പോ ഇവരെ പോലെ നല്ലവര് ലോകത്ത് വേറെയില്ല. സുമാമത്ത് ബിൻ ഉസാലി റളിയല്ലാഹു അൻഹു ആയി മാറി സ്വഹാബിയായപ്പോ അള്ളാന്റെ ഹബീബിനോട് ചോദിച്ചു, നബിയേ, ഞാൻ ഉംറക്ക് വരുന്ന വഴിയിലാണ് സ്വഹാബത്ത് എന്നെ പിടിച്ചുകൊണ്ട് വന്നത്, എന്റെ ഉംറ ഞാൻ നിർവഹിക്കട്ടെ? ഉംറ പോയി നിർവഹിച്ചോളൂ. സുമാമത്ത് ബിൻ ഉസാൽ നേരത്തെയും ഉംറക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ വന്ന് ഉംറ നിർവഹിക്കുമ്പോ ഖുറൈശികൾ ചോദിച്ചു, മുശ്രിക്കുകൾ ചോദിച്ചു, സുമാമാ മതം മാറിയിട്ടുണ്ടല്ലോ, ഇസ്ലാമിലേക്ക് പോയിട്ടുണ്ടല്ലോ, നബി തങ്ങളെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. സുമാമ പറഞ്ഞു, എന്നെ കുറ്റം പറയണ്ട, എന്നെ എതിർക്കണ്ട. എന്നെ എതിർത്താൽ നിങ്ങൾക്ക് നല്ല പണി ഞാൻ തരും. നിങ്ങളെ നാട്ടിലേക്ക് ഭക്ഷണം വരുന്നത്, ധാന്യം വരുന്നത് യമാമയിൽ നിന്നാണ്, എന്റെ നാട്ടിൽ നിന്നാണ്. ഞാനത് ബ്ലോക്ക് ചെയ്യും, എന്നെ നിങ്ങൾ കളിയാക്കണ്ട. അവര് കളിയാക്കിയ ദേഷ്യം കൊണ്ട് സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു നാട്ടിലെത്തിയിട്ട് മക്കയിലേക്കുള്ള ഗോഡൌൺ പൂട്ടി. ഒറ്റ ഭക്ഷണം കൊടുക്കണ്ടാണ്. ഞാൻ മുസ്ലിമായതിന്റെ പേരിൽ അവരെന്നെ കളിയാക്കിയിരുന്നു. ഭക്ഷണം നിർത്തലാക്കിയപ്പോ മക്കക്കാര് നബിതങ്ങൾക്ക് കത്തയച്ചു മദീനയിലേക്ക്. എന്താ പരിപാടി? നേരത്തെ 3 കൊല്ലം ഭക്ഷണം കൊടുക്കാതെ നബിതങ്ങളെ തടഞ്ഞിട്ടില്ലേ? പച്ചില ഭക്ഷിച്ചു കൂടിയിട്ടില്ലേ ഹബീബ് ഷീബ് അബി ത്വാലിബില്? എന്താണ് നിങ്ങളെ കൂട്ടുകാരനോട്, നിങ്ങളെ അനുയായിയോട് എന്താ ഞങ്ങൾക്കുള്ള ഭക്ഷണം തടയാനൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് സ്വഹാബത്തിനെ വിട്ടു യമാമയിലേക്ക്. സുമാമത്ത് ബിൻ ഉസാൽ മക്കയിലേക്കുള്ള ഭക്ഷണം തടഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് അത് കൊടുത്തുവിടാൻ പറയണം, തടയാൻ പറ്റൂല. കാരണം ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യന്റെ അവകാശമാണ്, അവിടെ വിശ്വാസത്തിന്റെ പരിഗണനയല്ല. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചിരുന്ന മാതൃകയാണ്. നിനക്ക് തരാത്തവർക്കും നീ കൊടുക്കണം, നിനക്ക് തടഞ്ഞവർക്കും നീ കൊടുക്കണം. സുഹൃത്തെ, നിനക്ക് തടഞ്ഞു, ആ സമയത്ത് അദ്ദേഹത്തിനൊരു വൈരാഗ്യമുണ്ടായിരുന്നു. ഇപ്പയാള് സാധുവായിട്ടുണ്ട്, നിന്നോടയാള് ചോദിക്കുമ്പോ നീ എനിക്ക് തന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനും നിനക്ക് തരൂല എന്ന് പറയരുത്. നല്ല ഹിസാബ് വേണോ? അത് സഹിച്ചിട്ട് തടഞ്ഞവർക്ക് കൊടുത്തോ, അതിലൊരു കുറവും വരുത്തണ്ട. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരിൽ നിന്ന് അക്രമം വന്നിട്ടുണ്ടെങ്കിലും മാപ്പ് ചെയ്തോളൂ.
ദുൽമ ചെയ്തവർക്ക് മാപ്പ് കൊടുക്കുക വലിയ ഈമാനല്ലേ? അക്രമം ചെയ്ത ആള് നാവ് കൊണ്ടാണ് അക്രമം വന്നത്, കൈ കൊണ്ടാണ് അക്രമം വന്നത്, അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, സാരമില്ലെന്ന് പറഞ്ഞു വിട്ടേക്കൂ. ഉമ്മമാരെ, അസ്വാരസ്യങ്ങളെ പേരിൽ പിണങ്ങിക്കടിയുന്നവരുണ്ടോ? ഒരു വാക്കല്ലേ പലപ്പോഴും കാരണം, ഒരിഞ്ച് ഭൂമിയല്ലേ പലപ്പോഴും കാരണം, അക്രമത്തിന്റെ പേരിലല്ലേ സംഗതി അങ്ങനെ ഉണ്ടായത്. മാപ്പ് ചെയ്തോളൂ, നിനക്ക് വേണ്ടത് എടുത്തോ, അല്ല ഒന്നും കുറക്കൂല. അല്ലാഹു ഇത് കാണുന്നില്ലേ? അല്ലാഹു ഇത് കേൾക്കുന്നില്ലേ? ജീവിതത്തിന്റെ യൗവനകാലം മുഴുവനും അക്രമത്തിലായി കഴിഞ്ഞ ആളല്ലേ അബൂജഹലിന്റെ മകൻ ഇക്രിമ. ആ ഇക്രിമക്കും നബി തങ്ങൾ മാപ്പ് കൊടുത്തില്ലേ? മക്കം ഫത്ഹിന് പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 12 ആൾക്കാരെ പേര് പറഞ്ഞിട്ട് സഹാബത്തിനോട് പറഞ്ഞു, ഈ 12 ആൾക്കാരെ എവിടെ കണ്ടാലും നിങ്ങൾ കൊന്നേക്കണം. അങ്ങനെ അവരിന്ന് ദുൽമ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഇനിയും ദുൽമ അവരിൽ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് വലൗ മുഅല്ലഖീന ബി അസ്താരിൽ കഅബ, കഅബയുടെ കില്ല് പിടിച്ചു നിൽക്കുന്നത് കണ്ടാലും നിങ്ങൾ അവരോട് ദയാവായ്പകൾ നടത്തരുത്. അത്രയും ദുൽമ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. പക്ഷെ അവിടെ എത്തി നോക്കുമ്പോൾ പലരും കാണുന്നില്ല. ഇക്രിമൊക്കെ കടൽ മാർഗം നേരെ ജിദ്ദയിലേക്കും ജിദ്ദയിൽ നിന്ന് യമനിലേക്കും നാട് വിട്ടു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വന്നതല്ല, ഉംറ ചെയ്ത് ഇഹ്റാം ചെയ്ത് കുറെ കാലങ്ങൾക്കുള്ള താല്പര്യം നിർവഹിക്കാൻ വേണ്ടി സ്വഹാബത്തിന്റെ കൂടെ വന്നതാണ്. ആ ഇക്രിമയെ തേടി ഭാര്യ പോയി, അസ്മാ റളിയല്ലാഹു അൻഹ പോയി. അസ്മാ ബീവി മദീനത്തെത്തി നബി തങ്ങളോട് ചോദിച്ചു, നബി എന്റെ ഭർത്താവ് നിങ്ങൾ വരുന്നുണ്ട് എന്ന് പേടിച്ചിട്ട് മക്കയിൽ നിന്ന് എവിടുക്കോ നാട് വിട്ടു പോയിട്ടുണ്ട്, ഞാൻ തിരിഞ്ഞ് പിടിച്ചുകൊണ്ടെന്നാ തങ്ങൾ മാപ്പ് കൊടുക്കോ? അബൂജഹലുള്ള കാലം അബൂജഹലിന്റെ കൂടെയും അല്ലാത്ത കാലം ഒറ്റക്കും ദുൽമ ചെയ്ത ആളാണ് ഇക്രിമ. ഞാൻ മാപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ആ ഒരു സ്വഭാവം നമ്മൾ പകർത്തണ്ടേ? എന്നാൽ എത്ര ആളുകളെ നന്നാക്കാൻ പറ്റും? ദുൽമ ചെയ്ത ളാലിമീങ്ങളോടൊക്കെ കടുത്ത മനസ്സോടെ നിൽക്കുകയാണെങ്കിൽ നമ്മളെ മനസ്സിന്റെ മരവിപ്പ് എന്തെങ്കിലും നന്നായി കിട്ടുമോ? ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ നൂറ്റാണ്ടുകളോളമാണ് നമ്മുടെ മനസ്സിന്റെ മുറിവ് മാറാതിരിക്കുന്നത്. അങ്ങനെ ഒരു സങ്കടം വരും. പക്ഷേ ഉദാത്തമായ മാർഗം മാപ്പ് ചെയ്തു കൊടുക്കുക. ആ മാപ്പ് ചെയ്യുന്ന ആളെ മനസ്സിന് അള്ള കൊടുക്കുന്ന വിശാലത എത്രയാണ്? നാളെ സ്വർഗം റെഡിയാണ്, ഉറപ്പാണ്. ഹിസാബൊക്കെ എളുപ്പത്തിൽ കഴിയും. ദുൽമ ചെയ്ത ആളാണ്. ആളൊരു വിഷയമായിട്ട് വന്നപ്പോ, സാരല്ല, ഞാൻ എന്നെ കുറെ ആക്രമിച്ചിട്ടുണ്ട് കേട്ടോ. ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു കാലം കഴിയട്ടെ, ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്ന് പറയലല്ല. ശരി, അത് സാരല്ല, അത് എന്റെ അന്നത്തെ ബുദ്ധി കൊണ്ടല്ലേ, അള്ളാഹ് എനക്കും നിനക്കും പുറത്തു തരട്ടെ എന്ന് മാപ്പ് ചെയ്തു കൊടുക്കുന്ന ഒരു സ്വഭാവം ചെറിയ സ്വഭാവമാണോ? ആ ഇക്രിമയെ പിടിച്ചുകൊണ്ട് ഭാര്യ വന്നു. അസ്മാ റളിയല്ലാഹു അൻഹ മദീനത്ത് വന്നു. ഇക്രിമ ഷഹാദത്ത് കലിമ ചൊല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയേ, എന്റെ കൗമാരവും എന്റെ പ്രായപൂർത്തിയുടെ ആദ്യഘട്ടവും എന്റെ യൗവനവും മുഴുവനും തങ്ങൾക്കും സ്വഹാബത്തിനും എതിരെ കരുക്കൾ നീക്കിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും ഞാൻ നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ശിഷ്ടകാല ജീവിതത്തിൽ എനിക്ക് ദീനിന് വേണ്ടി അധ്വാനിക്കണം. തങ്ങളൊന്ന് ദുആ ചെയ്യൂ നബിയേ. കഴിഞ്ഞ കാലത്തുള്ള വിഷയങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു കൊടുത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഇക്രിമക്ക് റഹ്മത്ത് കൊണ്ട് ദുആ ചെയ്തു. പോരാ, വിട്ടുവീഴ്ചയുടെ പ്രതീകമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്ന വാക്കെന്താണെന്നറിയോ? ഓ സ്വഹാബാ, ഈ ഇക്രിമ നിങ്ങളെ കൂടെ ഇരിക്കുമ്പോ പലപ്പോഴും ചർച്ചയിൽ കടന്നു വരുന്ന ആളാണല്ലോ അബൂജഹല്. അത് ഈ ഇക്രിമയുടെ ബാപ്പയാണ്. ഇക്രിമ സദസ്സിലുണ്ടാകുന്ന ഒരു ഘട്ടത്തിലും അബൂജഹലിനെ കുറ്റം പറയല്ല. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ശാപമുണ്ടെന്നുള്ള ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇക്രിമയെ മാനിക്കണമെന്ന് പറഞ്ഞ് മാപ്പ് കൊടുത്തെങ്കിൽ, ആ അബൂജഹലിനെ പറയുന്നത് തിരുത്തിയെങ്കിൽ നമ്മൾ ആലോചിക്കണം, എന്നോട് അങ്ങനെ ഒന്ന് പറഞ്ഞു, എന്നോട് ഇങ്ങനെ ഒന്ന് ചെയ്തു, അത് ചെയ്തിട്ട് കാലം കുറെയായി, അങ്ങനെ കുറെ പഴകിയ വാർത്തയില്ലേ? ഉമ്മമാരെ, സഹോദരന്മാരെ, അത് വിട്ടേക്കൂ. മൂന്നാമത്തെ കാര്യം, ബന്ധം മുറിച്ചവരോട്, കുടുംബ ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് പോയി ചേർത്തോ. കുടുംബബന്ധം മുറിച്ചിട്ടുണ്ടാകും, പല പ്രശ്നങ്ങളുണ്ടാകും.
ഏറ്റവും വലിയ കുടുംബ ബന്ധം മുറിക്കുന്ന പ്രശ്നം നമ്മുടെ നാട്ടിൽ, നമ്മുടെ പരിസരത്തൊക്കെ ദുന്യാവാണ്, ആഖിറൊന്നുമല്ല. ദുന്യാവിന്റെ കേസിലാണ് പല ആളുകൾക്കും ബന്ധം മുറിഞ്ഞു കിടക്കുന്നത്. അത് കാര്യമായിട്ടൊരു കേസുമല്ല. അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ആരാണോ അത് പറഞ്ഞു തിരുത്തി ബന്ധം ചേർക്കുന്നത്, അയാൾക്ക് അല്ലാഹു തആല കൊടുക്കുന്നത് എന്താണ്? ഹിസാബൻ യസീറാ, സ്വർഗപ്രവേശനം. സത്യത്തിൽ തീർത്തും കുറ്റം ചെയ്ത ആൾ മറ്റേ ആൾ തന്നെയാണ്. എല്ലാ നിലക്കും 100% നമുക്ക് ഉറപ്പുണ്ട്. പക്ഷെ നമ്മൾ പറയാം, അങ്ങനെയൊക്കെ ആണെങ്കിൽ കുടുംബമല്ലേ, നമ്മളൊന്ന് ചേർച്ച ഉണ്ടായിക്കോട്ടെ എന്ന നിലക്ക് നമ്മൾ ചേർത്തു കൊടുത്തു. വേറെ കാര്യലാഭമൊന്നും ഉദ്ദേശമല്ല. നമ്മൾ എന്താ ഉദ്ദേശിച്ചത്? അല്ലാഹു ചേർക്കാൻ പറഞ്ഞല്ലേ, അയാളെ ഭാഗത്ത് തന്നെയാണ് കുറ്റമുള്ളത്. ശരിക്ക് നമ്മൾ ചേർച്ചു കൊടുത്തു. ഒരു ഭാഗത്തുനിന്ന് മാത്രം കുടുംബബന്ധം ചേർത്ത ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിക്കോളി എന്നല്ലല്ലോ പറഞ്ഞു. ഒരു സഹാബി പറഞ്ഞു, നബി എനിക്കൊരു കുടുംബക്കാരുണ്ട്, ഞാൻ ഓരോട് അങ്ങനെ ബന്ധം ചേർക്കും, ഓരോ എന്നോട് ഇങ്ങനെ ബന്ധം മുറിക്കും. വൺ വേ ആണ്. ഞാൻ അങ്ങനെ ബന്ധം ചേർക്കും, ഓല അങ്ങനെ മുറിക്കും. ഞാൻ അവർക്ക് കഴിവിന്റെ പരമാവധി കൊടുക്കും, അവരെനിക്ക് തടയും. ഞാൻ അവർ രോഗിയായാൽ കാണാൻ പോകും, അവരാരും ഇങ്ങോട്ട് വരൂല. ഞാൻ അവർ ക്ഷണിക്കുമ്പോ പോകും, ഞാൻ ക്ഷണിച്ചാൽ ഒരൊറ്റൊന്നും ഇങ്ങോട്ട് വരൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞു? അപ്പണിഞ്ഞ് മേലാൽ ചെയ്തെന്ന് പറഞ്ഞു. ഈ വൺ വേ സിദ്ധാന്തം വേണ്ടെന്നാ പറഞ്ഞത്. തങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതുപോലെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ നിങ്ങൾ അവർക്ക് ചൂടുള്ള വെണ്ണീർ തീറ്റിച്ചതുപോലെയാണ്. വെണ്ണീർ എന്നെ തിന്നാൻ കഴിയൂല, അതുകൂടി ചൂടുണ്ടെങ്കിലോ. എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾ അവർക്ക് വലിയ പ്രയാസങ്ങളാ വരുത്തിവെത്തിയത്, നിങ്ങളെ ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്തു. എടങ്ങേറ് മുഴുവനുമുള്ളത് അവരെ ഭാഗത്തല്ലേ. നിങ്ങൾ ഇങ്ങനെ ബന്ധം ചേർത്തു, നിങ്ങൾ ഇങ്ങനെ കൊടുത്തു, നിങ്ങൾ ഇങ്ങനെ രോഗത്തിൽ കാണാൻ പോയി, നിങ്ങൾ ഇങ്ങനെ ക്ഷണിച്ചിട്ട് പോയി. അവരൊന്നും ഇങ്ങോട്ട് വന്നിരുന്നാ നിങ്ങൾ തോൽക്കുന്നു കരുതണ്ട. വലാ യസാലു മഅക മിനല്ലാഹി ലഹീർ, നിങ്ങളോടൊപ്പം അല്ലാഹുവിൽ നിന്ന് ഡയറക്റ്റായ ഒരു സഹായി എപ്പോഴുമുണ്ട്. അല്ലാഹ് നിങ്ങൾക്കൊരു സഹായിയെ തരും. ആ സഹായി കാരണം ഏത് ഘട്ടങ്ങളിലും നിങ്ങൾ ജയിക്കും, ഒരു സ്ഥലത്തും നിങ്ങൾ തോൽക്കൂല. സുബ്ഹാന ജല്ല ജലാലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർശനങ്ങൾ ഈ കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലും എല്ലാ അർത്ഥത്തിലും 100% പ്രസക്തിയുള്ളതാണ്. അത് ഉൾക്കൊള്ളാനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. 3 കാര്യങ്ങൾ പറഞ്ഞപ്പോ അബൂ ഹുറൈറ തങ്ങൾ ചോദിക്കാണ്, നബിയെ ഞാനത് ചെയ്താൽ, ഈ 3 എണ്ണവും ഞാൻ ചെയ്താൽ, അഥവാ തടഞ്ഞവർക്ക് കൊടുത്തു, അക്രമം ചെയ്തവർക്ക് മാപ്പ് കൊടുത്തു, ബന്ധം മുറിച്ചവരെ ബന്ധം ചേർത്തി, അങ്ങനെ ഞാനങ്ങ് മുന്നോട്ട് പോയാൽ ഫമാലി യാ റസൂലല്ലാഹ്, എനിക്കെന്താണ് നബിയെ കിട്ടാനുള്ളത്? തങ്ങൾ പറഞ്ഞു, അൻതുഹാസബ ഹിസാബൻ യസീറാ, എളുപ്പ വിചാരണ നിങ്ങൾക്ക് ലഭിക്കും. വഅദ്ഖലകല്ലാഹു വയുദ്ഖിലകല്ലാഹുൽ ജന്ന, അല്ലാഹു അവന്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഒന്നുകൊണ്ടും നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല. അപ്പൊ അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ പ്രവൃത്തികൾ നമ്മളത് അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഒരു രംഗത്തും നമ്മൾ അതിന് വിഘാതമായി സൃഷ്ടിക്കരുത്. അവിടുത്തെ അധ്യാപനങ്ങൾ പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു നമുക്ക് കഴിവ് നൽകട്ടെ. കഴിവിന്റെ പരമാവധി അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളും ജീവിതത്തിൽ പിൻപറ്റി വിജയിക്കുന്നവരെ കൂട്ടത്തിൽ ചേരണം. ഒന്നും നിരാകരിക്കരുത്. ഒരു സുന്നത്തിനെയും പുച്ഛിച്ച് തള്ളരുത്. ഒരു ചെറിയ സുന്നത്താണെങ്കിൽ പോലും പ്രതീക്ഷയോടെ മഹബത്തോടുകൂടി ചെയ്ത് വിജയിക്കുന്നവരെ കൂട്ടത്തിലാണ് നമ്മൾ പെടേണ്ടത്. പരാജിതരുടെ കൂട്ടത്തിൽ പെടരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തി ഇന്നലെ വിഷയം അവതരിപ്പിച്ചപ്പോൾ സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പ്രയാസപ്പെടുന്ന കാര്യങ്ങളൊന്നും ആരും ചെയ്യരുത്. അഥവാ ആരോഗ്യം ഇപ്പൊ പൂർണ്ണാർത്ഥത്തിൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നോമ്പ് നോറ്റിട്ടുള്ള ആരോഗ്യം തകർക്കരുത്. നോമ്പ് കളാനുള്ള ആൾക്കാർ ഒരാരോഗ്യം വരുന്നവരെ കുറച്ചു കാലം ക്ഷമിക്കണം. ആരോഗ്യം തീരല്ല, നോമ്പ് കളാണ്ട്. അപ്പൊ ഉസ്താദ് പറഞ്ഞ നോമ്പ് കളാനുള്ള ആൾക്കാർ പെട്ടെന്ന് കൂട്ടണം. ആരോഗ്യം വേണം. ആരോഗ്യമില്ലാത്ത ആൾക്കാർ ആരോഗ്യം വരുന്നവരെ പതുക്കെ 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 അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു പോയി ആരോഗ്യം നീട്ടിക്കിട്ടാൻ അള്ളാഹിനോട് ദ്വാരന്ന് കഴിവിന്റെ പരമാവധി ഘട്ടം ഘട്ടമായിട്ട് നോമ്പ് നോറ്റ് ഘട്ടം ഘട്ടമായിട്ട് വീട്ടണം. ഒറ്റ അടിക്കിപ്പോ ഒരു നിലക്കും ഒരു വർഷവും ഒരു നിലക്കും മരുന്ന് ഒഴിവാക്കാൻ പാടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വാക്ക് സ്വീകരിക്കണം. അതുകൊണ്ട് വിഷമങ്ങൾ സൃഷ്ടിക്കരുത്. വിഷയങ്ങൾ പറഞ്ഞ്
പറഞ്ഞത് അലംഭാവം കാണിക്കുന്നവരെ പറ്റിയാണ്, അശ്രദ്ധാലുക്കളെ പറ്റിയാണ്. നോമ്പിന്റെയും നിസ്കാരത്തിന്റെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കണം, അതിലാരും പ്രയാസപ്പെടരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തി നമ്മുടെ ബാധ്യതകളൊക്കെ നിറവേറ്റി നല്ല നിലക്ക് ജീവിച്ച് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആഖിറത്തിൽ ഒരുമിച്ചുകൂടാൻ എന്തെങ്കിലും തിളക്കമാർന്ന നല്ല നല്ല സുന്നത്തുകൾ, നല്ല നല്ല അമലുകൾ നമ്മൾ പതിവാക്കണം, പ്രതീക്ഷയുള്ള അമലുകൾ പതിവാക്കണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കണ്ടപ്പോൾ ആ സ്വർഗത്തിലൂടെ നടക്കുന്ന പാവപ്പെട്ട സ്വഹാബിയെ കണ്ടില്ലേ? പാവപ്പെട്ട സ്വഹാബി പഴയ കാലത്ത് അടിമയാണ്, കറുത്തടിമയാണ്, മക്കക്കാരെ കറുത്തടിമ. സ്വർഗത്തിൽ ചെരുപ്പിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഓ ബിലാലേ, ഇന്നി സമിഅ്തു ഹശ്ഫതൻ അലൈക ഫിൽ ജന്നാ, നിങ്ങൾ ബൂട്ടിട്ടുകൊണ്ട് സ്വർഗത്തിലൂടെ നടക്കുന്ന ശബ്ദം ഞാൻ കേട്ടല്ലോ ബിലാൽ. എന്താണ് നിങ്ങൾ ചെയ്യുന്ന പ്രത്യേക അമലെന്താണ്? ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എനിക്കൊരു പ്രതീക്ഷക്ക് വകയായി തോന്നുന്നത്, ഞാൻ എപ്പോഴും ഉളൂ എടുത്താലും ഉളൂഇന്റെ 2 റക്അത്ത് നിസ്കരിച്ച ചരിത്രമേ ഉള്ളൂ. ഒരു ചെറിയ സുന്നത്താണ്, പക്ഷേ അതിന് കിട്ടുന്ന വില വലുതാണ്. ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് സുന്നത്തുകൾ പാലിക്കണം. ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട സുന്നത്തുണ്ട്. ഉളൂ എടുക്കാതെ, ബ്രഷ് ചെയ്ത് പൂർണ്ണ ഉളൂ എടുക്കാതെ ഒരൊറ്റ രാത്രിയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയിട്ടില്ല. ബ്രഷ് മാത്രം ചെയ്താ പോരാ, 1 മിനിറ്റ് നേരത്തെ പണിയല്ലേ ഒരു ഉളൂ എന്ന് പറയുന്നത്. അതിനിത്ര പ്രയാസമൊന്നുമില്ലല്ലോ. കുളിക്കുന്നതിന്റെ മുമ്പ് ഉളൂ എടുക്കാതെ നബി തങ്ങൾ കുളിച്ചിട്ടില്ല. നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടാ പിന്നെ ഉളൂ എടുക്കുക. കുളിക്കുന്നതിന് മുമ്പാണ് ഉളൂ എടുക്കുക. ബ്രഷൊക്കെ ചെയ്തിട്ടുള്ള കാമിലായ ഉളൂ കുളിക്കുന്നതിന് മുമ്പ്. അതിന് പ്രത്യേകം അധ്യായങ്ങൾ എത്രണ്ണ ബുഖാരിയിലൊക്കെ കൊണ്ടുവന്നു അറിയും. കാല് കഴുകിയത് ഉളു കുളി കഴിഞ്ഞിട്ടുണ്ട്, മുമ്പുണ്ട്. മഹാന്മാര് പറഞ്ഞു പൂർണ്ണമായ ഒരു ഉളു എന്ന അർത്ഥത്തിൽ ഒരു ഉളു എടുക്കണം ആദ്യം, എന്നിട്ടാണ് കുളിക്കേണ്ടത്. ഇതൊരു സുന്നത്താണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ സുന്നത്തുകളും ചെയ്യണം, കഴിവിന്റെ പരമാവധി ചെയ്യണം. ഓരോന്നോരോന്ന് അങ്ങനെ നിലനിർത്തി പോന്ന് ഏതെങ്കിലും ഒന്ന് അല്ലാഹു തആല സ്വീകരിച്ച് ആ ഒരു സുന്നത്തിന്റെ തിളക്കത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിവാറിൽ ഒരുമിച്ചുകൂടാൻ, അവിടുന്ന് സ്വർണ്ണ കസേരയിൽ രാജകീയ പദവിയിൽ ഇരിക്കുന്ന രാജാക്കന്മാർക്കൊന്നും കസാരില്ലാത്ത സമയത്ത് രാജകീയ കസേരയിൽ, സ്വർണ്ണ കസേരയിൽ അർശിന്റെ ചുവട്ടിലിരിക്കുന്ന രംഗത്ത് കാണാനെങ്കിലും നമുക്ക് വകുപ്പ് വേണ്ടേ? അടുക്കാനെങ്കിലും നമുക്ക് അവസരം വേണ്ടേ? അതിന് നല്ല പ്രകാശമാർന്ന അള്ളാഹുവിന്റെ ഹബീബ് കണ്ടാൽ കൺകുളിർക്കെ നമ്മൾ സ്വീകരിക്കുന്ന നല്ല സുന്നത്തുകൾ പതിവാക്കണം. ഫർളുകളുടെ കൂടെ സുന്നത്തുകൾ പതിവാക്കിക്കൊണ്ട് സുന്നത്തുകളോട് ഇഷ്ടം വെച്ച് സുന്നത്തുകളൊന്നും തിരസ്കരിക്കാതെ കഴിവിന്റെ പരമാവധി അവിടുത്തെ അധ്യാപനങ്ങൾ കേട്ട് ജീവിതം നന്നാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മജ്ലിസ് അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.